Dear students, welcome to SS Physics classes. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മുടെ നീറ്റ് റിവിഷനിൽ. അവർ 20ാം നാൾ ഒപ്റ്റിക്സ്. സാധാരണ നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്ക് 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് വരെ 5 to 6 questions are waiting from this chapter. But content വളരെ കൂടിയ ഒരു ചാപ്റ്റർ ആണ്. But we can say one thing. ഈ 5 to 6 ക്വസ്റ്റ്യനുകളിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് വരെ വളരെ ഈസിയോടെ തിയറി അറിയുന്ന സ്റ്റുഡൻസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ സാധാരണ ഒരു നീറ്റ് പരീക്ഷ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷം വരെ 45 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ നീറ്റിൽ ചോദിക്കുക. ആ നീറ്റിലെ ക്വസ്റ്റ്യൻസിൽ എറൗണ്ട് ഒരു 10 to 15% ഓഫ് ദ ക്വസ്റ്റ്യൻ 10 to 15% ഓഫ് ദ ക്വസ്റ്റ്യൻ ഒരു പരിധി വരെ നമുക്കൊരു ഹയർ ഓർഡർ തിങ്കിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു 45 ക്വസ്റ്റ്യനിൽ എറൗണ്ട് ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് മാക്സിമം. അപ്പോൾ പക്ഷെ കഴിഞ്ഞ 2020 അനാലിസിസിൽ ഈസി ക്വസ്റ്റ്യൻസ് ആണ് 45 ക്വസ്റ്റ്യനുമായിരുന്നത്. ആ ട്രെൻഡ് തന്നെ ആയിരിക്കാം ഈ വർഷവും നമുക്ക് തുടരാൻ സാധ്യതയുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വളരെ ഈസിയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഓപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. റേ ഓപ്റ്റിക്സ് ആൻഡ് ദ വേവ്. റേ ഓപ്റ്റിക്സിന്റെ അനാലിസിസിലെ കഴിഞ്ഞ 33 ഇയേഴ്സിൽ നിന്ന് 76 ക്വസ്റ്റ്യൻസ്, റഫ്ലി 2 to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ സെക്ഷനിൽ വെയിറ്റ് ചെയ്യാം. വേവ് ഓപ്റ്റിക്സിൽ നിന്ന് അനദർ 2 to 3 ക്വസ്റ്റ്യൻസ്. സാധാരണ രൂപത്തിൽ ചിലപ്പോൾ ഈ കഴിഞ്ഞ റീസെന്റ്ലി 2019ഉം 20യും കൺസിഡർ ചെയ്യുമ്പോൾ റേ ഓപ്റ്റിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യനും വേവ് ഓപ്റ്റിക്സിൽ നിന്ന് വളരെ ഈസിയോടെ 3 ക്വസ്റ്റ്യനുമാണ് ചോദിച്ചത്. ചിലപ്പോൾ അത് നേരെ തിരിഞ്ഞു വരാറുണ്ട്. സാധാരണ ആദ്യ വർഷങ്ങളിലെല്ലാം 2015, 16, 17 ഒക്കെ റേ ഓപ്റ്റിക്സിനാണ് പ്രാതിനിധ്യം കൂടുതൽ. സോ നമുക്ക് 1 by 1 ആയിട്ട് ടോപ്പിക്കുകളിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട തിയറി പാർട്സ് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. നോക്കൂ, റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ സർഫസ്. ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം അല്ലെ? യെസ്, നമ്മുടെ പ്ലെയിൻ മിററിന്റെ റിഫ്ലക്ഷൻ ആണ് ആദ്യം നമ്മുടെ തിയറി പാർട്ടിൽ വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇമേജ് ഫോർമേഷൻ തന്നെയാണ്. അപ്പൊ നമ്മളൊരു പ്ലെയിൻ മിറർ സിൽവേർഡ് ആയിട്ടുള്ളതുണ്ട് എന്നിരിക്കട്ടെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഇമേജ് ഫോർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പൊ നമ്മളൊരു ഓബ്ജക്റ്റ് യു എന്ന് പറയുന്ന ഒരു സെപ്പറേഷനിൽ വെക്കുമ്പോൾ നമുക്കറിയാം ഇമേജ് ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് ഇമേജ് ഡിസ്റ്റൻസ് എന്നുള്ളത്. പ്യുവർ വെർച്വൽ ഓബ്ജക്റ്റ് ആണ് അവിടെ വരുന്നത്. ലാറ്ററൽ ഇൻവേർഷൻ ഉണ്ടാകുന്നു, എറക്റ്റ് ഇമേജ് ആണ്. ഇതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത് ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് ഇൻ ടു ദ സെയിം മീഡിയം എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ പാരാമീറ്റർ ഏതൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ കീപ് ഇൻ മൈൻഡ് ദ ഫ്രീക്വൻസി, ദ വേവ് ലെങ്ത്, ദ സ്പീഡ്, ഇവയെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് തുടരും. പക്ഷേ നമ്മുടെ ആംപ്ലിറ്റ്യൂഡും ഇന്റൻസിറ്റിയും ഒക്കെ ഡിക്രീസസ് ആണെന്നുള്ള കാര്യം മറക്കരുത്. രണ്ടാമത്, ഒരു സാധാരണ ഒരു റിഫ്ലക്ഷൻ കേസ് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡീവിയേഷൻ സഫേർഡ് ബൈ എ റേ എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു പ്ലെയിൻ മിറർ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ദ നോർമൽ. സപ്പോസ് ദ വൺ റേ ഈസ് ഇൻസിഡന്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. നിയമപരമായിട്ട് നമുക്കറിയാം ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്ത് തന്നെയായിരിക്കും? ഐ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ my question is, what is the deviation suffered by that light ray? ആ ലൈറ്റ് റേ സഫർ ചെയ്യുന്ന ഡീവിയേഷൻ എന്താണ്? എക്സാമിനേഷൻ വളരെ റീസെന്റ് ആയിട്ട് നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും അവന്റെ ഇൻസിഡന്റ് റേയും അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡയറക്ഷനും ഫൈനൽ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇവനാണ് നമ്മുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ആ ഡീവിയേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. So, a deviation varan vendi ee oru plane ennulla tarathil nammal consider cheyidal, yes,
ടോട്ടലായിട്ട് 180 അല്ലേ? യെസ്. അവിടെ ആരൊക്കെയുണ്ട്? 2 ഐ ഉണ്ട് അല്ലേ? യെസ്. വിത്ത് 1 അവർ ഡെൽറ്റ. സോ ഡീവിയേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഗുഡ് 180 മൈനസ് 2i എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, മറന്നു പോകരുതേ. അതോടൊപ്പം ഒരു റീസെന്റ്ലി ചോദിച്ച മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഫിഗർ ഷോ ചെയ്യുന്ന മാതിരി 2 പ്ലെയിൻ മിറേഴ്സ് ഒരു ആംഗിൾ തീറ്റയിലേക്ക് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ഇമേജസ് ഫോം ചെയ്യും? അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഓർമ്മയിരിക്കട്ടെ. 360 ദ ടോട്ടൽ ആംഗിൾ ഡിവിഷൻ ബൈ ഈ 2 പ്ലെയിൻ മിററിലുള്ള ആംഗിൾ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന നമ്പറിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. അത് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് അറ്റ് ആൾ n-1 ആയിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കണം. ഈ 2 പ്ലെയിൻ മിററുകൾക്കിടയ്ക്ക് അവന്റെ സ്ഥാനത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് പക്ക ബൈസെക്ടറിലാണെങ്കിൽ വീണ്ടും n-1 എടുക്കണം എന്നുള്ള കാര്യം മറക്കരുത്. സോ ഈ ഒരു ഇത്രയും കേസസ് ബേസ് ചെയ്തിട്ടായിരിക്കും സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കിടക്കാം. 2017 ചോദിച്ച മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, എ ബീം ഓഫ് ലൈറ്റ് ഫ്രം എ സോഴ്സ് L that is incident normally on a plane mirror fixed at a distance x from the source. The beam is reflected back as a spot on a coil placed just above the source eye. When the mirror is rotated through a small angle theta, the spot of the light is found to move through a distance y on the scale. The angle theta is. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനൊന്ന് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിക്കാം. ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉണ്ട്, നമുക്ക് അതിനെ L എന്നാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുക. അവിടെ നിന്ന് എക്സ് എന്ന് പറയുന്ന സെപ്പറേഷൻ അകലെയായിട്ട് ഈ എക്സ് സെപ്പറേഷൻ അകലെയായിട്ട് നമുക്കൊരു മിറർ ഉണ്ട്. യെസ്. എന്നിട്ട് ഇവിടെ നിന്ന് ലൈറ്റ് വരെയാണ് നമ്മുടെ സോഴ്സിൽ നിന്ന്. അത് നമ്മുടെ പ്ലെയിൻ മിററിൽ വന്നിരിക്കുന്നു അല്ലെ. എപ്പോഴും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കാണുന്നത് നോർമൽ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. Can you say what is angle of incidence here? അപ്പൊ അവിടുത്തെ നോർമൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസിന്റെ നോർമൽ തന്നെയാണ് ഇൻസിഡന്റ് ലൈറ്റ്. അതുകൊണ്ട് ഐ എന്ന് പറയുന്നത് 0 ആയി. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സ്വാഭാവികപരമായിട്ട് എന്താകണം? 0 ആകും. അപ്പൊ അവൻ എന്ത് ചെയ്യും? റീട്രേസ് ചെയ്യും. അത് വന്ന് ഇവിടത്തെ ഒരു സ്കെയിലിലേക്ക് വീഴുകയാണ്. ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. എന്താണെന്നറിയാവോ? ഈ പ്ലെയിൻ മിററിനെ നമ്മൾ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. എന്തുമാത്രം റൊട്ടേറ്റ് ചെയ്യാണ്? തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാണ്. ദിസ് മച്ച്. അപ്പൊ നമ്മുടെ നോർമലും എന്ത് ചെയ്യും? എക്സാക്റ്റ് ആയിട്ട് തീറ്റ റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് പറയാണ് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ വേവ് നമ്മുടെ സ്കെയിലിൽ y എന്ന് പറയുന്ന സെപ്പറേഷനിൽ തീറ്റ തന്നെ ആയിരിക്കണം. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് മാറില്ലേ ഈ തീറ്റ. അപ്പൊ ഈ സെപ്പറേഷൻ y ആണ് ഫ്രം ദിസ് പൊസിഷൻ ടു ദിസ് പൊസിഷൻ എങ്കിൽ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ ആംഗിൾ തീറ്റ? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമ്മുടെ പ്ലെയിൻ മിറർ തീറ്റ റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവന്റെ നോർമലും തീറ്റ റൊട്ടേറ്റ് ചെയ്തു അല്ലെ. അങ്ങനെയല്ലേ സംഭവിക്കും. അപ്പോ വിത്ത് റെസ്പെക്ട് നോർമൽ ആണ് എപ്പോഴും നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുന്നത്. അതിവിടെ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അവിടെ തീറ്റ ആകത്തില്ലേ? യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ സാധാരണ രൂപത്തിൽ ആ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിളിൽ നമുക്ക് 2 തീറ്റ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവിഷൻ ബൈ അഡ്ജസന്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഒരു ചെറിയ അസംഷൻ, സ്മോൾ ആംഗിൾ ആണെന്ന് നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ. അപ്പൊ നമുക്ക് tan 2 തീറ്റ എന്തിന് ഈക്വൽ ആയിട്ട് എടുക്കാം? 2 തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y/x എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയായിട്ട് നമുക്ക് പറയാം? y/2
2x ആയിട്ട് നമുക്ക് പറയാം. ഇവിടുന്ന് ഒരു പോയിന്റ് കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ജനറലൈസ് ചെയ്യുന്ന ഒരു നല്ല കോൺസെപ്റ്റാണ്. ഇഫ് ദ പ്ലെയിൻ മിറർ rotated through an angle theta, the reflected ray rotated through an angle of 2 theta. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. വേണേൽ ഒരു ലെവലൂടെ കടന്നു പറയാം. If the plane mirror rotates to an angle of angular velocity of omega, the reflected ray will rotate with an angular velocity 2 omega. ഇത് ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, സിമ്പിൾ ആയിട്ട് നമ്മൾ അത് കണ്ടുപിടിച്ചു. റൊട്ടേഷനെ ബേസ് ചെയ്ത് അത് ഓർക്കണേ. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നല്ല ക്വസ്റ്റ്യൻ ആണ്, സൂക്ഷിച്ച്. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു സ്റ്റുഡന്റിന് അത് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ വെയിറ്റ് ഇറ്റ്. 2 plane mirrors are inclined at 70 degree. A ray incident on one mirror at an angle theta after reflection falls on a second mirror and is reflected from there parallel to the first mirror. The value of theta is. അപ്പൊ ആദ്യ മിററിൽ വന്നു വീഴുന്ന ഇൻസിഡന്റ് ആംഗിൾ എന്ത്? ഇതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയാം. അപ്പോ ആ ഫിഗർ ഒന്ന് നമുക്കൊന്ന് വരയ്ക്കാം. ഇവിടെ ഇത് നമുക്ക് ഫസ്റ്റ് മിറർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സേ M1 ആയിട്ട് എടുക്കാം. ഇത് നമുക്ക് 70 ഡിഗ്രിയിൽ ഇരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ മിറർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അവർ തമ്മിലുള്ള ആംഗിൾ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 70 ഡിഗ്രി. എന്നിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് വരികയാണ്. പക്ഷെ ആ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു തീറ്റ. അപ്പോ ഉറപ്പായിട്ടും അതേ ആംഗിളിൽ തന്നെ അവൻ റിഫ്ലക്ട് ചെയ്തു പോകും അല്ലെ. അപ്പൊ ഈ ആംഗിളും എന്തായിരിക്കും? തീറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് അതിനെ θ1 എന്നാണ് കൊടുത്തേക്കാം. അപ്പൊ ഒരു ഈസിനെസ്. ഇനി എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിളിലായിരിക്കും അല്ലെ. അത് നമുക്ക് θ2 എന്ന് നമുക്ക് കൊടുക്കാം. എന്നിട്ട് അവൻ റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് പറയുന്നത് ഫസ്റ്റ് മിററിന് പാരലൽ ആയിട്ടാണ് പോകുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് തീറ്റ ഹിയർ. θ1. θ1 എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. ആംഗിൾ ബിറ്റ്വീൻ ദ 2 മിറേഴ്സ് ഇവിടെ മനോഹരമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. ഒന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അത് ഈ നമ്മുടെ വീണ്ടും എക്സ്പീരിയൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. ഈ നോർമലിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് റേയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലേ ഈ θ1 എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ ഇത് θ1 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? 90 മൈനസ് θ1 എന്ന് നമുക്ക് എടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? അവിടെയും വിത്ത് റെസ്പെക്ട് ടു നോർമൽ എടുക്കുമ്പോൾ അത് എത്രയാണ്? θ2 അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? അത് 90 മൈനസ് θ2 അല്ലേ? ഈസ് ഇറ്റ് ഓക്കെ? അപ്പൊ നമ്മുടെ ടോട്ടലായിട്ട് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അത് 180 ആണ്. അത് സേ ഇപ്പൊ ഇവിടെ 70 ഡിഗ്രി 5 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്തൊക്കെയായിട്ട് പറയാം? 5 പ്ലസ് 90 മൈനസ് θ1 പ്ലസ് 90 മൈനസ് θ2 ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലെ? യെസ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ 90 പ്ലസ് 90 എന്ന് പറയുമ്പോൾ 180 ആയില്ലേ? അതിപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവന്നേ. സോ 5 മൈനസ് θ1 മൈനസ് θ2 അല്ലെ? അപ്പൊ 0 ആയില്ലേ? അപ്പൊ 5യുടെ വാല്യൂ എത്രയായിട്ട് നമുക്ക് പറയാം? θ1 പ്ലസ് θ2. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, ഓർത്തിരിക്കണേ. രണ്ട് മിററുകൾ തമ്മിലുള്ള ആംഗിൾ 5 ആണെങ്കിൽ വന്നു വീഴുന്ന ഓരോ റിഫ്ലക്ഷനിലുമുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് θ1 ഉം θ2 ആണെങ്കിൽ we can relate as 5 is equal to θ1 plus θ2. θ1 plus θ2. മിറർ M1ലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് θ1 ഉം മിറർ M2ലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് θ2 ആണെങ്കിൽ രണ്ട് മിറേഴ്സ് തമ്മിലുള്ള ആംഗിൾ
phi ആണെങ്കിൽ we can write it to be theta 1 plus theta 2. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? What is the theta? അല്ലേ? ഒരു കാര്യം ഓർക്കണേ, നമ്മുടെ ഈ രണ്ടാമത്തെ റേ പാരലൽ ആയിട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അതിനകത്ത് എന്തെങ്കിലും ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഈ ആംഗിൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ലേ? ഈ ആംഗിൾ അപ്പൊ എന്ത് തന്നെ ആയിരിക്കും? 70 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ θ2 ആംഗിൾ എത്രയാണ്? എടാ ഇത് നോർമൽ അല്ലേ? അപ്പൊ നമുക്ക് എന്തായിട്ട് കിട്ടും? 90 മൈനസ് 70 എത്രയായി? 20 ഡിഗ്രി ആയി. അപ്പോ ആൻസർ ഇവിടെ ക്ലിയർ ആയി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് θ1 അല്ലേ? That is equal to 5 minus θ2. The phi, the angle between the two mirrors, is given as 70 minus the angle of incidence in the second mirror is 20 here. So you get the answer as is equal to 50 degree. That means the first choice is the answer. Are you comfort? Really? Come on, message me. Follow ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. Is it okay? Clear? ഒരു അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് കൂടെ പറഞ്ഞു തരാം. ഇതൊരു ഡബിൾ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് ടോട്ടൽ ഡീവിയേഷൻ? സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക, ഓരോന്നിന്റെയും ഡീവിയേഷൻ എടുത്ത് ആഡ് ചെയ്താൽ മതി. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ എടുക്കുമ്പോൾ അത് 180 മൈനസ് θ1 പ്ലസ് 180 മൈനസ് θ2 എന്ന് പറയുമ്പോൾ 360 മൈനസ് ഓഫ് θ1 പ്ലസ് θ2. അതെപ്പോഴും മറന്നു ഓർക്കുക. ഇവിടെ θ1 പ്ലസ് θ2 5 ആയിട്ട് എടുക്കുന്നത് കൊണ്ട് 360 മൈനസ് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ദാറ്റ് 180 മൈനസ് 2θ1 എന്നുള്ള കൺസെപ്റ്റ് മറക്കരുത്. 2θ1 അപ്പൊ 2 into θ1, so 2 into 5. So that is the very important relation. Double reflection base ചെയ്തിട്ടുള്ള, yes, that is very important one. Very 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 important. ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോവാം. നല്ല ക്വസ്റ്റ്യൻ ആകട്ടോ, സിമ്പിൾ ആണ്. 95 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. If the two mirrors are kept at inclined at 60 degree to each other and a body is placed at the middle, then the total number of images formed is. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അതിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്നല്ലേ. 360 ഡിവിഷൻ ബൈ നമ്മൾ 60 എടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് 6 എന്ന് കിട്ടി. അവനൊരു ഈവൻ നമ്പർ ആണ്, അതുകൊണ്ട് 6 മൈനസ് 1 നമുക്ക് എത്രയായിട്ട് നമുക്ക് എടുക്കാം? 5 ആയിട്ട് എടുക്കാം. ഒരു കാര്യം ഓർക്കണേ, എന്തുകൊണ്ട് ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് ഇമേജസ് ഒരുമിച്ച് ഒറ്റ സ്ഥലത്ത് ഉണ്ടാകുന്നത് കൊണ്ട് അതിനെ ഒരു ഇമേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ നമുക്ക് n-1 എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. വെരി ഇമ്പോർട്ടൻ്റ്. Good, very good, very good. Yes. So we can move with the next one. Look, number. See the reflection at the curved surfaces. അപ്പോൾ നമ്മുടെ കോൺകേവ് മിററും കോൺവെക്സ് മിററുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ വരേണ്ട കാര്യം എന്ന് പറയുന്നത് മിറർ ആയിട്ടുള്ള മിറർ മേക്കേഴ്സ് ഫോർമുല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് വൺ. എന്ന് പറയുമ്പോൾ ഫോക്കൽ ലെങ്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ മിറർ എന്ന് പറയുന്നത് അവന്റെ റേഡിയസ് ബൈ 2 ആണെന്നുള്ള ആസ്പെക്ട് ഓർക്കുക. അതൊരിക്കലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ള കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളൊരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻസിഡന്റ് ലൈറ്റുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം മറക്കരുത് സൈൻ കൺവെൻഷനിൽ. അതേ സ്ഥാനത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മിറർ റിലേഷൻ, ഹൗ വി ക്യാൻ റിലേറ്റ് ബിറ്റ്വീൻ that object, yes, object image distances-നെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? That is a very important ആയിട്ടുള്ള concept. So keep in mind, it is 1 by u plus 1 by v is equal to 1 by f. So that is a very important concept there. ഇനി മാഗ്നിഫിക്കേഷനുമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട റിലേഷൻ ആണ് m is equal to
minus v by u. ഈ മാഗ്നിഫിക്കേഷനും ഓബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസുമായിട്ട് നിങ്ങൾക്ക് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു റിലേഷൻ ആണ് എഫ് ബൈ എഫ് മൈനസ് യു ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എഫ് മൈനസ് വി ഡിവിഷൻ ബൈ എഫ്. നോക്കിയേ, വളരെ പ്രധാനം, കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പല പ്രോബ്ലംസും നിങ്ങൾക്ക് കൃത്യതയോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് തരുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഇക്വേഷൻ കൃത്യമായത്. ഇത് സാധാരണ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആണ്. There is a question, what do you mean by the axial magnification? Axial magnification എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ലെങ്ത് ഓഫ് ദ ഓബ്ജക്റ്റ് എന്നാണ് അർത്ഥം. അത് സാധാരണ രൂപത്തിൽ ഓർക്കണേ, സാധാരണ മാഗ്നിഫിക്കേഷന്റെ സ്ക്വയർ ആയിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് തന്നെയായിരിക്കും നമ്മൾ ഏരിയൽ മാഗ്നിഫിക്കേഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ദ ഇമേജ് ഡിവിഷൻ ബൈ ഏരിയ ഓഫ് ദ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് സാധാരണ മാഗ്നിഫിക്കേഷന്റെ സ്ക്വയർ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. സോ കീപ് ഇൻ മൈൻഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക് എന്നുള്ള കോൺസെപ്റ്റിൽ ദയവ് ചെയ്ത് എടുക്കുക. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഇനി ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ പറയുകയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദി അപ്പർച്ചർ. അപ്പൊ ഒരു സാധാരണ ഒരു കോൺകേവ് മിററിലെ നമ്മുടെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പർച്ചറുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. എന്താണ് ഈ അപ്പർച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ദാറ്റ് എഫക്റ്റീവ് ഡയമീറ്റർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദാറ്റ് അപ്പർച്ചർ. ഇപ്പോൾ ഓർക്കണേ, the intensity of the image formation is proportional to the area of cross section, that is the diameter square, and hence we can say that aperture square. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പലപ്പോഴും നമുക്ക് പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് ആണ്. നോക്കണേ, ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഡിഫറൻറ്റ് ലൊക്കേഷനുകളിൽ എവിടെ വെക്കുമ്പോഴാണ് നമുക്ക് ഇമേജസ് ഉണ്ടാകുക, അവിടെ അത് റിയൽ ആണോ വെർച്വൽ ആണോ എന്നുള്ള കേസ് വളരെ വ്യക്തമായിട്ട് സാധാരണ കേസസിലെല്ലാം തന്നെ നമുക്ക് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാകുന്നതെങ്കിലും ബിറ്റ്വീൻ ദ പോൾ ആൻഡ് ദ ഫോക്കസ് സ്പെഷ്യൽ കേസ് ആണ്. ബിഹൈൻഡ് ദ മിറർ എൻലാർജ്ഡ് ആയിട്ടുള്ള വെർച്വൽ ഇമേജ് ഉണ്ടാകുന്നു. ഒരു കോൺകേവ് മിററിലെ നമ്മുടെ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് മാത്രം ഓബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ കൂട്ടത്തിൽ വെർച്വൽ ആണ്, എറക്റ്റ് ആണ്. ബാക്കി എല്ലാ കേസസിലും ഇൻവേർട്ടഡ് ആയിട്ടുള്ള റിയൽ ഇമേജ് ഫോർമേഷൻ ആണ് കോൺകേവ് മിററിൽ ഉണ്ടാകുക. അതോടൊപ്പം നമ്മൾ കോൺവെക്സ് മിററിലേക്ക് വരുമ്പോൾ ഓർക്കുക, ജസ്റ്റ് റിഫ്രഷ് ചെയ്യണം. കാരണം പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പുറകോട്ട് പോകാനുള്ള സാധ്യതകളും. എല്ലാ കേസും വെർച്വൽ ഇമേജസ് ആണ്, സ്മോൾ ഇമേജസ് ആയിട്ടാണ് വരിക. ഇനി ഇത് നന്നായിട്ട് തറവായിട്ട് പഠിച്ചിട്ട് ഇതിനെ നമുക്ക് കോൺവെക്സ് ലെൻസിലേക്ക് അതോടൊപ്പം ഇത് കോൺകേവ് ലെൻസിലേക്ക് നമുക്ക് പകർത്താൻ പറ്റും. ഒറ്റ കേസ്, നമ്മുടെ ഡിവൈസിന്റെ ലെഫ്റ്റിൽ ഉണ്ടാകുന്നതെല്ലാം റൈറ്റിൽ ഉണ്ടാകുന്നതെല്ലാം ലെഫ്റ്റിൽ, ബാക്കി എല്ലാ നാച്ചറും ഒക്കെ സെയിം ആണ് ഫോർ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് മിറർ. നമുക്ക് ആ തരത്തിൽ കമ്പയർ ചെയ്താൽ മതിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നോക്കിയേ, 2016 ചോദിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നോക്കിയേ, നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. മാച്ച് ദ കറസ്പോണ്ടിങ് എൻട്രീസ് ഓഫ് കോളം 1 with 2 where m is the magnification produced by the mirror. Come on. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് മാഗ്നിഫിക്കേഷൻ -2 എന്നാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരണേ, ഈ മാഗ്നിഫിക്കേഷൻ മൈനസ് സൈൻ വരുമ്പോൾ എന്താണ് മീനിങ്? ഇൻവെർട്ടഡ് ആണ് ഇമേജ് എന്നല്ലേ എന്റെ അർത്ഥം. എന്ന് പറയുമ്പോൾ അതിന് എക്സാക്ട് ആയിട്ട് നമ്മൾ എന്തെന്ന് പറയും? റിയൽ ആണെന്നാണ് അർത്ഥം. അപ്പോ എം എന്ന് പറയുന്നത് പ്ലോസിറ്റി കോൺസെപ്റ്റ് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് വെർച്വൽ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ എറക്റ്റ് എന്ന് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമേജിന്റെ ഹൈറ്റ് ഓബ്ജക്റ്റിനേക്കാൾ കൂടുതലാണ് എന്ന് പറയുമ്പോൾ എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് അവിടെ ഉണ്ടായി എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എം ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ യെസ്, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അവിടെ ഉണ്ടായി എന്നുള്ള അർത്ഥം.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ പി യെ കുറിച്ച് നമുക്ക് എന്ത് ചിന്തിക്കാം? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? റിയൽ ആയിരിക്കും. റിയൽ ആകുന്നത് ഏത് മിററിൽ മാത്രമേ നമുക്ക് സംഭവിക്കൂ? കോൺകേവ് മിററിൽ മാത്രമേ വരൂ. അപ്പൊ തന്നെ ബി ഒരു ഓപ്ഷൻ ആണ് അല്ലെ? അതിന് യെസ്, ബി. അങ്ങനെയുള്ള ഒരു ഓപ്ഷനുള്ള മറ്റൊരു കേസും ഇല്ല. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ആൻസർ ആയി കഴിഞ്ഞു. ഇനി അതിന്റെ കൂട്ടത്തിൽ ഓർക്കണേ, കോൺകേവ് മിററോടൊപ്പം മൈനസ് വന്നു കഴിഞ്ഞാൽ അത് റിയലും ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്തുകൂടെ കൊടുക്കാം? സി യുടെ കൊടുക്കാം. റൈറ്റ് അല്ലേ? ഗുഡ്. ചിന്തിച്ചേ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് വളരെ തിയറി പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ക്യൂവിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. എന്താ വരുന്നേ? മൈനസ് വരുമ്പോഴേ നമ്മൾ സി മാർക്ക് ചെയ്തില്ലേ? ഗുഡ്. കാരണം എന്താ? റിയൽ ആണ്. ഇനി ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അർത്ഥം വരുന്നേ? ഡിമിനിഷ്ഡ് ആണ് അല്ലെ? റിയൽ ഡിമിനിഷ്ഡ് ആണ്. എന്തായാലും റിയൽ വരുമ്പോൾ അത് കോൺകേവ് മിറർ അല്ലേ കൊടുക്കുന്നേ? ഗുഡ്. പി സി ആണ് ക്യൂവിന് കിട്ടി. വാട്ട് അബൌട്ട് ആർ? കണ്ടോ, സൂക്ഷിച്ചു നോക്കിയേ, +2 ആണ്. 2 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 അല്ലേ? മാഗ്നിഫിക്കേഷൻ. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് ഓബ്ജക്റ്റിനേക്കാൾ കൂടുതലല്ലേ? എൻലാർജർ ആണെന്നല്ലേ അർത്ഥം? യെസ്. അതിന്റെ കൂട്ടത്തിൽ +1. അപ്പൊ ഉറപ്പിച്ചു അവൻ വെർച്വൽ ആയിരിക്കണം അല്ലെ? വെർച്വൽ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഡി. ഇനി എൻലാർജ്ഡ് ഇമേജ് വന്നതുകൊണ്ട് അത് കോൺവെക്സ് അല്ല എന്ന് ഉറപ്പിക്കുക. കാരണം അത് കോൺകേവ് തന്നെ ആയിരിക്കും അല്ലെ? സോ നമുക്കത് ഉറപ്പിക്കാം, ബിയും ബി. സോ ഇങ്ങനെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഇനി വാട്ട് അബൌട്ട് എസ്? എസിന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് +12 അല്ലെ? +12 എന്ന് പറയുമ്പോൾ ചെറിയ ഇമേജ് ആണ്, പക്ഷെ വെർച്വൽ അല്ലേ? പോസിറ്റീവ് അല്ലേ? എറക്റ്റ് അല്ലേ? അപ്പൊ വെർച്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഡിമിനിഷ്ഡ് ഇമേജ് ഏത് കേസിൽ മാത്രമേ വരുന്നുള്ളൂ? കോൺവെക്സ് മിററിൽ മാത്രമേ വരുന്നുള്ളൂ അല്ലെ? യെസ്. സോ എ ആൻഡ് ഡി. സോ എക്സാക്ട്ലി നമ്മുടെ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാക്ട്ലി. ഗുഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. നല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചേ മക്കളെ. ഇന്ന് നമുക്ക് ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സകല കോൺസെപ്റ്റ്സും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും വിത്തിൻ 1.5-2 hours. വളരെ ഗുഡായിട്ട് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാം കോൺഫിഡൻറ്റോട് കൂടി. ബട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 1.5-2 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പെർഫെക്ഷൻ ആയിരിക്കും. പക്ഷെ അത് കൃത്യതയോടെ തിയറിയും പ്രോബ്ലംസിലൂടെയും പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഒരു അറൌണ്ട് 28 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഫ്രം റേ ആൻഡ് വേവ് ഓപ്റ്റിക്സ് ടുഗദർ. റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ടു റിവൈസ് സോ ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാം. നിങ്ങളുടെ പഠിച്ച തിയറിയൊക്കെ ഒന്ന് ഓർമ്മ പുതുക്കുന്നതിന് സഹായിക്കും. So dear one, I am Samson as a teacher for physics for last 20 years for class 11, class 12 and repeaters. So ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യാൻ, to share to your friends also. കുഞ്ഞുങ്ങളെ, question number 5. A rod of length 10 cm lies along the principal axis of a concave mirror of a focal length 10 cm in such a way that its end closer to the pole is 20 cm away from the mirror. The length of the image is. ഇവിടെ നോക്കി, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ വരിക. നമുക്കൊരു കോൺകേവ് മിററിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ അതിന് ഫോക്കൽ ലെങ്ത് നമുക്ക് എക്സാക്ട്ലി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇത് എഫ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നമുക്ക് ഡബിൾ എഫ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഡബിൾ എഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു, ഇറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ആ ഡബിൾ എഫ് 20 സെന്റിമീറ്ററിലാണ് നമ്മുടെ റോഡിന്റെ ക്ലോസർ ആയിട്ടുള്ള പാർട്ട് ഇരിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റോഡിനെ ഒരു ഇച്ചിരി ബഡ്ജ് ചെയ്ത് അങ്ങ് വരച്ചേക്കാം. ഇങ്ങനെയാണ് നമ്മുടെ റോഡ് ഇരിക്കുക. അപ്പൊ നമുക്ക് അവനൊരു പേരും കൊടുക്കാം, എ ബി എന്ന് നമുക്ക് കൊടുക്കാം. ഇനി അതിന്റെ ഇമേജ് ഫോർമേഷൻ വരുമ്പോഴേ ഒന്ന് ചിന്തിച്ചാൽ മതി, ആൻസർ കിട്ടും. എന്താണാവോ ആൻസർ? എങ്ങനെ കിട്ടുന്നേ മക്കളെ? ഈ ഡബിൾ എഫിൽ ഒരു ഓബ്ജക്റ്റ് ഇരുന്നാൽ ഇമേജ് ഉണ്ടാകുന്നത് ഡബിൾ എഫിൽ തന്നെയല്ലേ? അതേ സൈസല്ലേ ഉണ്ടാകുക? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി എ അങ്ങനെ കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ എ വിത്ത് റെസ്പെക്ട് ഒന്ന് ചിന്തിച്ചേ. ആ ഓബ്ജക്റ്റിന്റെ ലൊക്കേഷൻ നമ്മുടെ ഡബിൾ എഫിന് ഇപ്പുറത്തല്ലേ? അപ്പോ എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത്? ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡബിൾ എഫ് അല്ലേ? ചെറിയ ഇമേജ് അല്ലേ? ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ ഉണ്ടാകുക? അപ്പൊ ഇതല്ലേ അവന്റെ സ്ട്രക്ചർ. നമ്മുടെ NCERT ഒരു മൊബൈലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നവർക്കൊന്നും ഉണ്ടാവും അല്ലേ? യെസ്, ഇതേ സ്റ്റൈലിലായിരിക്കും ഉണ്ടാകും.
അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ ഇമേജിനെ പറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് ലെങ്ത് ഓഫ് ദ ഓബ്ജക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു ദാറ്റ് 10 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇവന്റെ ഒരു എൻഡ് നമുക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു 20 സെന്റിമീറ്റർ. നമുക്കിത് ഈ എൻഡ് കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ദൈവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് പോയിന്റിന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇത് യു എയുടെ ഓബ്ജക്ട് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന പോയിന്റ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഇത് ഡബിൾ എഫ് ആണ്, അവന്റെ ലെങ്ത് 10 ആണ്. അപ്പൊ നമുക്ക് എന്തായിട്ട് എടുക്കാം? 30 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ കൺവെൻഷൻ ഉൾപ്പെടെ -30 വരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി എ ഡാഷ് ആണ്. ഫോക്കൽ ലെന്ത് ഇവിടെ തന്നിട്ടുണ്ടേ, മറന്നു പോകരുത്, അവൻ കോൺകേവ് മിററാണ്. ഇനി നിങ്ങൾക്ക് ആ എ ഡാഷിന്റെ പൊസിഷൻ വി എ ഡാഷ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലെ. നമ്മുടെ മിറർ ഇക്വേഷൻ ഒന്ന് ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/u plus 1/v should equal to 1/f. Our aim is to find the value for v, so it becomes 1/f minus 1/u. You get the value as v is equal to u into f division by u minus f. You can substitute the value for u. U is minus 30 into the focal length as minus 10 division by minus 30 minus 10 is equal to 30 into 10 division by minus 30 plus 10 becomes minus 20. So you get the value as minus 15 centimeter. എന്ന് പറഞ്ഞാൽ the location of a dash എന്ന് പറയുന്നത് നമ്മളുടെ പോളിൽ നിന്ന് എക്സാക്ട്ലി 15 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി 20 സെന്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ദ ഇമേജ് ആണ്. So length of the image is nothing but equal to 20 minus 15 is equal to 5 centimeter. So that is the strategy. So we get exactly the fourth option as the answer. കുഞ്ഞുങ്ങളെ, ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളിൽ ഒരു ലെവലുള്ള ക്വസ്റ്റ്യൻ. പക്ഷെ അതുപോലും എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് അറിയാവുന്ന മിറർ ഇക്വേഷൻ നമ്മൾ സൈൻ കൺവെൻഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ ഒരു ഡൗട്ടുമില്ല, നമുക്ക് ക്യൂട്ടായിട്ട് ആൻസറിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. റിഫ്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മാത്രമേ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. നമ്മുടെ സ്പീഡ് ആയിക്കോട്ടെ, വേവ് ലെങ്ത് ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം വ്യത്യാസപ്പെടുന്നു എന്നുള്ള കാര്യം. അവിടെ ഓപ്റ്റിക്കലി ഡെൻസർ റെയറർ കോൺസെപ്റ്റിൽ മ്യൂവിന്റെ ഡിഫറെന്റ് മീഡിയസിന്റെ കോൺസെപ്റ്റ്, സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ഫസ്റ്റ് ആണ് എടുക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ഒരിക്കലും മറക്കരുത്. And keep in mind that mu is inversely proportional to the speed. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. ഡെൻസർ മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ അവന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ട് സ്പീഡ് കുറയും അല്ലെ. അതുകൊണ്ടാണ് നമുക്കറിയാം വി എന്ന് പറയുന്നത് c/mu ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതേപോലെ തന്നെ വേവ് ലെങ്ത് ഇൻ ദ മീഡിയം എന്ന് പറയുമ്പോൾ കീപ് ഇൻ മൈൻഡ് ദ വേവ് ലെങ്ത് ഇൻ എയർ, ദ ഡിവിഷൻ ബൈ mu ആയിരിക്കും നമ്മുടെ വേവ് ലെങ്ത് ഇൻ എ പർട്ടിക്കുലർ മീഡിയം എന്നുള്ള ആസ്പെക്ട്സ് മറക്കരുത്. അതിൽ ആദ്യം നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് നമ്മുടെ സ്നെൽസ് ലോ തന്നെയാണ്. അത് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു mu എന്നുള്ള ആസ്പെക്ട് മറന്നു പോകരുത്. നമ്മുടെ റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത് കോൺസെപ്റ്റ് രണ്ട് കേസസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ആദ്യം ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. യഥാർത്ഥത്തിൽ ഇതാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. എന്ന് പറയുമ്പോൾ റിയൽ ഡെപ്ത് എന്ന് പറയുന്നത് h ആണ്. പക്ഷെ അതിനു പകരം നമ്മൾ ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്പാരന്റ് ഡെപ്ത് ആയിട്ട് പറയുന്നത് അല്ലെ. സോ അവിടെ we can relate that real depth take the value as is equal to apparent depth division by z. That is a very important one. So the apparent depth take the value, the real depth division by mu. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ ഇവിടെ ഓർക്കണേ, ഇറ്റ് ഈസ് എ ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയർ. അപ്പൊ അവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ദിസ് എക്സ് എന്ന് പറയുന്നത്. സോ എക്സ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ നോർമൽ ഷിഫ്റ്റ്. എന്താ ഈ നോർമൽ ഷിഫ്റ്റ് എന്ന് പറയാ?
എന്തുമാത്രം റൈസ് ചെയ്തു. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ആ വാല്യൂ എന്ന് പറയുന്നത് h മൈനസ് സ്മോൾ h ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ h എന്ന് പറയുന്നത് അപ്പാരന്റ് ഡെപ്ത് ആണ്. അപ്പൊ അത് റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ മ്യൂ ആയിരിക്കും. മറക്കരുത്. രണ്ടാമത് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ്, ഇഫ് നമ്മൾ നേരെ തിരിച്ച് എ ഫിഷ് ഈസ് ഒബ്സർവിങ് എ ബേർഡ് ദാറ്റ് ഈസ് ഫ്ലൈങ് ഇൻ എയർ. അപ്പൊ അവിടുത്തെ പ്രത്യേകത, ഫിഷ് എന്ന് പറയുന്ന ഒബ്സർവർ ഇരിക്കുന്നത് ഡെൻസർ മീഡിയത്തിലാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടതിൽ നിന്ന് നേരെ വിപരീതമാണ്. ആൻഡ് ദാറ്റ് ബേർഡ്, ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ്, ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ഇൻ റെയറർ മീഡിയം. അവിടെ വരുമ്പോൾ that apparent depth take the value as is equal to mu times of the real depth. മറന്നു പോകരുതേ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈ രണ്ട് കേസസും വരാനുള്ള സാധ്യതകളുണ്ട്. അത് കൃത്യതയോടെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇനി നമ്മുടെ ഒരു പാരലൽ സൈഡഡ് സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിയേ, യഥാർത്ഥത്തില് നമ്മളുടെ വേവ് മൂവ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക, ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐയിലേക്ക് വന്നു. അത് വിത്ത് റെസ്പെക്ട് ടു നോർമൽ, അത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 ആയി. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ദർ ഈസ് നോ ഡീവിയേഷൻ ബട്ട് ദർ ഈസ് എ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് D. അപ്പോൾ കീപ് ഇൻ മൈൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഫോർ ദാറ്റ് വൺ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ദ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് ഇഫ് ദാറ്റ് വൺ ടേക്ക് ദാറ്റ് T thickness, കീപ് ഇൻ മൈൻഡ് as T division by cos R is equal into the sine of I minus R. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ദ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് സഫേർഡ് ബൈ എ ray of light, and keep in mind there is no deviation. The incident light and the emergent one are parallel. And keep in mind the next one, നമ്മുടെ critical angle concept, total internal reflection, have a lot of applications. അവിടെ നമ്മുടെ ബേസിക് ആയിട്ട് ഓർക്കണേ, the ray must move from denser to rarer. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അവിടെ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ, അവിടെയാണ് നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഒരു റേ വരുന്ന സമയത്ത് അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ദാറ്റ് റേ ബിക്കം സഫേർഡ് വിത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. അതിനെയാണ് നമ്മൾ കൃത്യതയോടെ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ. സോ അവിടെ നമുക്കറിയാം sin C take the value as a mean. ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആകുമ്പോഴാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുക. ആ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി വൈ മിറേഴ്സ് in summer countries, looming in cold countries, the application of prism, then endoscopy, അതോടൊപ്പം ഫൈബർ, the telecommunication, optical fiber, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇൻ വേർഡ് ആയിട്ട് ഓർത്തിരിക്കുക, ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. Okay, we are with the question number 6. Come on, everybody. Please try to do it. Good question is waiting. Very good, very good. The frequency of a light in a material is 2 into 10 to the power of 14 hertz. And wavelength, take the value as lambda is equal to 5000 Armstrong. We can write it to be as 5 into 10 to the power of minus 7 meter. The refractive index mu എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളെ വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്താണാവോ മ്യൂ മ്യൂ മ്യൂ? സി ബൈ വി അല്ലേ? യെസ്. സി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി നമുക്കറിയാം അല്ലെ, 3 into 10 to the power of 8 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എഫ് ലാംഡ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? കാരണം വേവ് ലെങ്തും ഫ്രീക്വൻസിയുടെ നമുക്ക് എക്സാക്ട്ലി തന്നിട്ടുണ്ട് അല്ലെ. സോ ഫ്രീക്വൻസി is what? 2 into 10 to the power of 14 into that 5 into 10 to the power of minus 7.
Come on, quick, everybody. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. Come on, everybody. പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. Exactly, you are right. Very good, very good. Come on, everybody. So you get the answer as a 3. So we can take the second option as the answer. Good, very good. അപ്പോൾ ഈ ഒരു ഫോർമുല ഒന്ന് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. കണ്ടോ, അതിന്റെ ഒരു വെറൈറ്റി ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്. വെരി ഗുഡ്, യു ആർ റൈറ്റ്. ഓക്കെ, ഒരു 2-3 പ്രാവശ്യം ആവർത്തിച്ച ഒരു കോൺസെപ്റ്റ് ആണ് ദ ടൈം ടേക്കൺ ബൈ സൺലൈറ്റ് to pass through a window of thickness 4 mm. Say x is given as is equal to 4 mm. The refractive index is 3/2. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ട ഒരു കോൺസെപ്റ്റ്, സേ ഇത് തിക്നെസ് ആയിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്താൽ, സാധാരണ നമുക്കറിയാം ടൈം ടേക്കൺ ടു പാസ് ത്രൂ ഇറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവിഷൻ ബൈ വെലോസിറ്റി അല്ലെ. അപ്പൊ ഇതിനകത്തൂടെ നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന വെലോസിറ്റി എത്രയാണെന്ന് അറിയാമെങ്കിൽ കംഫർട്ടായിട്ട് x/v എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷെ നമുക്കിവിടെ വെലോസിറ്റി തന്നിട്ടില്ല അല്ലെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് മ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് വരികയാണ് c/v അല്ലെ. അപ്പൊ വിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? c/μ എന്ന് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ദ തിക്നെസ് ഡിവിഷൻ ബൈ v is what? c/μ. മ്യൂവിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് വന്നാൽ ദാറ്റ് ടൈം എന്ന് പറയുന്നത് we can say as mu x division by c. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം. എക്സാക്ട്ലി, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ദാറ്റ് 3/2 into the thickness as a 4 milli, the division by that speed of light as a 3 into 10 to the power of 8. So 3 cancel and you get the value as a 2 into 10 to the power of -11. So that much is second. That means exactly the third choice as the answer. Very good, very good, very good. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. Good. Yes. Next question. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് നന്നായിട്ട് ട്രൈ ചെയ്തേ. An air bubble in a glass lab and is given its refractive index is equal to 1.5. That is a 5 centimeter deep when viewed from one face. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ലാബ് ഇവിടെ ഇരിക്കുകയാണ്, ഒരു എയർ ബബിൾ ഇവിടെ ഇരിക്കുകയാണ്. അവനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വ്യൂ ചെയ്തപ്പോഴാണ് we feel its apparent depth as is equal to 5 centimeter. When viewed from one face and 2 centimeter deep when viewed from opposite face. എന്ന് പറയുമ്പോൾ അടുത്ത ഓപ്പോസിറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ദാറ്റ് വ്യൂ എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ദ തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള റിയൽ കോൺസെപ്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദ റിയൽ ഡെപ്ത് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ റിയൽ ഡെപ്ത് കോൺട്രിബ്യൂഷൻ ഫ്രം 1 പ്ലസ് റിയൽ ഡെപ്ത് കോൺട്രിബ്യൂഷൻ ഫ്രം 2. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയുന്നത് റിയൽ ഡെപ്ത് ഡിവിഷൻ ബൈ മ്യൂ ആയിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ റിയൽ ഡെപ്ത് 1 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? മ്യൂ ടൈംസ് ഓഫ് ദ ഫസ്റ്റ് അപ്പാരന്റ് ഡെപ്ത് കോൺട്രിബ്യൂഷൻ പ്ലസ് മ്യൂ ടൈംസ് ഓഫ് ദാറ്റ് അപ്പാരന്റ് ഡെപ്ത് സെക്കൻഡ് കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ we can say that mu into that apparent depth 1 plus apparent depth 2. So that is equal to, what is mu here? That is 1.5 into, yes, 5 plus 2. Exactly, very good. That is a 3 by 2 into 7, 21 by 2. That is equal to 10.5 centimeter. Exactly, you get the answer as
the second option. അപ്പോൾ അവിടെ റിയൽ ഡെപ്ത് അപ്പാരന്റ് ഡെപ്തുമായിട്ടുള്ള കണക്ഷൻ ഓർക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾ ഒബ്സർവർ നിൽക്കുന്നത് കീപ് ഇൻ മൈൻഡ് ഇൻ ഏരിയ റെയറർ മീഡിയ ആണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പാരന്റ് ഡെപ്ത് ലെസ് ആണ് കമ്പയർഡ് ടു റിയൽ. തിരിച്ചാണെങ്കിൽ മറന്നു പോകരുത്, മ്യൂ ടൈംസ് ആയിട്ട് മാറുമെന്നുള്ള കാര്യം ഓർക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 9, എ ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, a point source of light is placed 4 meters below the surface of water of refractive index 5/3. The minimum diameter of a disk which should be placed over the source on the surface of water to cut off all light coming out of water is. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ നമ്മളൊരു സോഴ്സ് ഓഫ് ലൈറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്നുള്ള റേസ് എല്ലാ ഡയറക്ഷനിലേക്കും വരുന്നു. നോർമൽ ആണെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ലല്ലോ. ഈ വരുന്നത് റിഫ്രാക്ട് ചെയ്തു പോകുന്നുണ്ടല്ലേ. പക്ഷെ ഓർക്കണം, ഈ റേ അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ ഗ്രേസ് ചെയ്ത് മൂവ് ചെയ്യും. ഗുഡ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഗ്രേറ്റർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ ഓർക്കുക, ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ഇറ്റ് മസ്റ്റ് ബി റിഫ്ലക്റ്റഡ് ബാക്ക്. അപ്പൊ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഈ ക്രിട്ടിക്കൽ ആംഗിൾ വരെ ഉള്ളത് മാത്രമേ ഈ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് പുറത്തേക്ക് പോകുന്നുള്ളൂ. അപ്പൊ അത് ഒരു 3 ഡയമെൻഷണൽ കേസ് ആയിട്ട് എടുത്താൽ എക്സാക്ട്ലി നമുക്ക് വരാൻ പറ്റുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺ ഷേപ്പ് ആയിരിക്കും അവിടെ സംഭവിക്കുക. ഈ തരത്തിലുള്ള ഒരു ഫിഗർ ആണ് അവിടെ ആ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് മുകളിലോട്ട് വരിക. അപ്പോ മുകളിൽ ഒരു ഡിസ്ക് ആർ റേഡിയസ് ഉണ്ടെങ്കിൽ 2r റേഡിയസ് ഡയമീറ്റർ ഉള്ള ഒരു ഡിസ്ക് വെച്ചാൽ മാത്രമേ ആ ലൈറ്റിനെ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്, ഡയമീറ്റർ ആവേണ്ടത് അല്ലെ. നമുക്ക് ആദ്യം ആ റേഡിയസ് കണ്ടുപിടിക്കാം. ഈ സോഴ്സ് ഓഫ് ലൈറ്റ് h ഡെപ്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇത് സി ആണെങ്കിൽ ഈ ആംഗിൾ, ദാറ്റ് ഹാഫ് കോൺ ആംഗിൾ എന്ന് പറയുന്നത് സി തന്നെയല്ലേ. എന്നാ എളുപ്പമായി, ആറും എച്ചും തമ്മിലല്ലേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് tan c take the value as is equal to r by h. Tan c is nothing but equal to sin c division by cos c, that is equal to r by h. നമുക്ക് സൈൻ സിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 1/μ. അപ്പൊ നമുക്ക് കോസ് സിയെ ഇൻ ടേംസ് ഓഫ് സൈനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1 minus sin square c, so that is equal to r by h. So we can substitute it for sin c, that is equal to 1/μ by root of 1 minus 1 square division by mu square. So that is equal to r by h. So we can write it to be as 1/μ by root of mu square minus 1, that division by mu equal to r by h. So avada namukku mu cancel agam. You get the value for r is equal to h division by root of mu square minus 1. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. ചിലപ്പോൾ ആ ഡിസ്കിന്റെ ഏരിയ നമുക്ക് ചോദ്യമായിട്ട് വരാം. അപ്പൊ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ വാല്യൂ ആസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ. പക്ഷെ ഇവിടെ നമുക്ക് ചോദിച്ചത് ഡയമീറ്റർ ആണ്. അപ്പൊ 2r നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. 2 the diameter 2 into r is what, h by root mu square minus 1. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്, മാർക്ക് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിറൈവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കമാൻ ക്വിക്ക്, പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറിലേക്ക് വന്നേ. 2 into height as 4 meter below division by that mu square is 5/3 square as 25/9 minus 1. So we can write it to be as 2 into 4 division by as a root of 25 minus 9, it becomes 16/9. So we can write it to be as equal to 2 into 4 division by 4/3.
So 4 cancel and you get the value as is equal to 6. That means we get the answer as is equal to the second option, B as the answer. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. കീപ് ഇൻ മൈൻഡ്. ഇത് പല ചോദ്യങ്ങളായിട്ട് വരാം കേട്ടോ. സപ്പോസ് a fish is inside water and see the outside world, and what is the radius of the horizon appears to that fish? That is a very important one. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യതയോടെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ലെൻസുള്ള കോൺസെപ്റ്റിലേക്ക് വരികയാണ്. സിംഗിൾ റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ ഫോർമുലകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട് നോർമൽ കോൺസെപ്റ്റിൽ വരുമ്പോൾ നമ്മുടെ ലെൻസ് ഇക്വേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് -1/u + 1/v = 1/f എന്നുള്ള കോൺസെപ്റ്റ് മറക്കണ്ട. മാഗ്നിഫിക്കേഷൻ വരുമ്പോൾ അത് v/u ആയിട്ട് മാറുന്നു. അത് ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് നമുക്ക് പറയുമ്പോൾ f division by f plus u should equal to f minus v by f. അവിടെ നമ്മൾ മിറർ ഇക്വേഷനിൽ വേണ്ടി അതിൽ മിററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ആക്സിയൽ മാഗ്നിഫിക്കേഷനും ഏരിയൽ മാഗ്നിഫിക്കേഷനും ഒക്കെ ഓർത്തിരിക്കണം. അത് സെയിം ഫോർമുലയാണ്, സൈൻ കൺവെൻഷന് മാത്രം വ്യത്യാസമുള്ളൂ. ഇവിടെയും അത് ആപ്ലിക്കബിൾ ആണ്. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസ് മാക്രസ് ഫോർമുലയാണ്. അതിന്റെ 2 പ്രധാനപ്പെട്ട കേസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു EQ കോൺവെക്സ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ, അപ്പൊ R1 R2 സെയിം ആയി മാറുകയാണ്. നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയ്ക്ക് എന്ത് മാറ്റം വരും എന്നൊന്ന് നോക്കി. mu - 1 × 1/R1 - 1/R2 അല്ലെ. അതില് R1 എന്ന് പറയുന്നത് ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിന്റെ റേഡിയസ് ആണ്. അപ്പൊ അത് ഇൻസിഡന്റ് ലൈറ്റിന് ഒരേ ഡയറക്ഷനിലാണ് വരുന്നത് കൊണ്ട് R1 എന്ന് പറയുന്നത് +R ആയിട്ട് എടുക്കുകയും R2 സെക്കൻഡ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെതാണ്. അപ്പോ R2വിന്റെ വാല്യൂ എന്ന് പറയുന്നത് -R ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കി, മനോഹരമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് നമ്മൾ വരും. So it becomes is equal to mu - 1 × 1 × 1 × 2/R, and you get the concept as f is equal to R division by 2 × mu - 1, 2 × mu - 1. So that is the വളരെ പ്രധാനപ്പെട്ട കേസാണ്. പക്ഷെ അവിടെ I am putting the sign of a plus or minus. You can use a plus for convex lens. ഇനി ഇത് റെഡിമെയ്ഡ് ആണ്, നേരിട്ട് അങ്ങ് ഉപയോഗിച്ചേക്കുക. സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നതിന് ആകെപ്പാട് ചിന്തിക്കേണ്ടത് കോൺവെക്സ് ആണോ കോൺകേവ് ആണോ. കോൺകേവ് ആണോ -R/2 × mu - 1. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു പ്ലെയിനോ കോൺവെക്സോ പ്ലെയിനോ കോൺകേവോ ലെൻസ് വരുമ്പോൾ അതിന്റെ ഒരു റേഡിയസ് ഇൻഫിനിറ്റിയിലേക്ക് മാറുന്നത് കൊണ്ട് 1/∞ 0 ആകുന്നത് കൊണ്ട് ഫോർ ദ കേസ് ഇറ്റ് ബിക്കംസ് R division by mu - 1. വീണ്ടും പ്ലസ് ഓർ മൈനസ്, പ്ലസ് ഫോർ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആൻഡ് -4 കോൺകേവ് ലെൻസ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്, ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു സി. ഈ ഒരു ലെൻസിനെ മറ്റൊരു മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്യുന്ന കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ട, that is a very important aspect. And keep in mind, when a lens is dipped in water or in any other medium, how that focal length changes. And keep in mind here, in air, we can write the concept as 1/f is equal to that mu. Mu means now the lens is in air, and hence we can write as mu glass with respect to air -1 into that 1/R1 - 1/R2. But at the same time, if it is dipped in a medium, whatever may be the case, we have to sense the equation as is equal to that mu glass with respect to medium -1 into 1 into 1/R1 - 1/R2. And if you just divide 1 with 2, then you get
the focal length in medium is equal to the mu glass with respect to air. We can write it to be mu glass by mu air minus 1, 1, 1 by that mu glass by mu media minus 1 into F into air. It is a very important relation. കൂടുതൽ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്. ഇതിനകത്ത് ഒരു 3 കേസസ് വരാറുണ്ട്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ മീഡിയത്തിന്റെ ഫോക്കൽ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ ഇപ്പൊ നമുക്കറിയാം ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 1.5 ആണ് നോർമൽ കേസിൽ. അതൊരു ക്രൗൺ ഗ്ലാസ് ആണെങ്കിൽ 1/1.52 എന്നൊക്കെ നമുക്ക് പറയാം. അതിന് പകരം അതൊരു ഫ്ലിന്റ് ഗ്ലാസ് ആണെങ്കിൽ 1.62 ഒക്കെ നമുക്ക് പറയാം. അപ്പൊ ക്രൗൺ ഗ്ലാസ് 1.5 ആകുമ്പോൾ നമ്മൾ മീഡിയം ആയിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് വാട്ടർ ആണെങ്കിൽ അത് 1.33. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഡിനോമിനേറ്ററിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എന്ന് പറഞ്ഞാലും -1 എടുക്കുമ്പോൾ അത് <1 ആയിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഡിനോമിനേറ്റർ റെഡ്യൂസ്ഡ് ആവുകയാണ്. ആൻഡ് ഹെൻസ് ദ ഫോക്കൽ ലെങ്ത് ഇൻ ദ മീഡിയം ഷുഡ് ഇൻക്രീസ്. കോൺവെക്സ് ലെൻസ് ആയിട്ട് വരും. പക്ഷെ രണ്ടാമതൊരു കേസ് വരുന്നത്, സപ്പോസ് നമ്മൾ ഡിപ്പ് ചെയ്യുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്ലാസിനേക്കാൾ കൂടുതലാണെങ്കിൽ, ആസ് ആൻ എക്സാമ്പിൾ ലുക്ക് ദ കേസ് ഓഫ് കാർബൺ ഡൈസൾഫൈഡ്, അപ്പൊ 2.6 ഒക്കെയുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഉറപ്പായിട്ട് ആ റേഷ്യോ <1 വരും. അപ്പൊ -1 വരുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. ദാറ്റ് മീൻസ് ദ കോൺവെക്സ് ലെൻസ് റിവേഴ്സസ് ഇറ്റ്സ് നേച്ചർ. എന്ന് പറഞ്ഞാൽ അത് കോൺകേവ് ആയിട്ട് മാറും, കോൺകേവ് ലെൻസ് കോൺവെക്സ് ആയിട്ട് മാറും. ബട്ട് whatever may be the case, the denominator is <1 and hence the focal length must increase with the change in nature. That is a very important point. And the third case is if രണ്ടിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ കീപ് ഇൻ മൈൻഡ് അവനൊരു ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് പ്രവർത്തിക്കും എന്നർത്ഥം. മ്യൂ ഗ്ലാസും മ്യൂ മീഡിയവും ഈക്വൽ ആകുന്നു എങ്കിൽ. ബാക്കി പ്രധാനപ്പെട്ട അംശങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. നമ്പർ 10, കുഞ്ഞുങ്ങളെ വളരെ കാര്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എ പ്ലെയിനോ കോൺവെക്സ് ലെൻസ് is made of a material of refractive index mu that is equal to 1.6. The radius of curvature of the curved surface is 60 centimeter. What is the focal length of the lens? Come on. പെട്ടെന്നൊന്ന് ചെയ്യാൻ ശ്രമിച്ചേ. പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. നമ്മുടെ ലെൻസ് മാറ്റേഴ്സ് ഫോർമുലയുടെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഒന്ന് ഉപയോഗിച്ച്. സോ വി നോ ദ കോൺസെപ്റ്റ്. നമ്മളൊന്ന് ഡെറൈവ് ചെയ്തെടുത്തു. ഒരു പ്ലെയിനോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ F is nothing but equal to R division by S2 where mu -1 is equal to the radius of curvature is that 60 centimeter, that division by as 1.6 -1, and we can write it to be as equal to 60 by 0.6. So 6 cancel and you get the answer as is equal to exactly 100 centimeter. The second option is the answer. കുഞ്ഞുങ്ങളെ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? തിയറിയും അതോടൊപ്പം ഇതേപോലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് മനസ്സിലാവുന്നുണ്ടോ? പ്ലീസ് റെസ്പോണ്ട് ടു മീ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. So please respond. Is it legible to you? Dear one, ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഷെയർ ചെയ്യാൻ. Yes, we can go with the next one. Next question, number 11. A good question is waiting. I'm waiting your answer too. When a biconvex lens of glass having a refractive index 1.47 is dipped in a liquid, it acts as a plain sheet of glass. And this implies that the liquid must have a refractive index. Come on. What is your answer? Come on.
What is your answer? When a biconvex lens of glass having refractive index 1.47 is dipped in a liquid, it acts as a plain sheet of glass. And this implies that the liquid must have a refractive index. Come on. Yes, exactly. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസസ് ഒന്ന് റിവൈസ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ മ്യൂ ഗ്ലാസ്, അവിടെ മ്യൂ മീഡിയത്തിൻ്റെത് കൂടുതലാണ് ഗ്ലാസ്സിലാണെങ്കിൽ അത് നാച്ചുറൽ റിവേഴ്സ് ചെയ്യും. കോൺവെക്സ് കോൺകേവ് ആവും, അതോടൊപ്പം ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. മ്യൂ ഗ്ലാസ്സിനാണ് കൂടുതലെങ്കിൽ, ഇപ്പൊ ഇത് വാട്ടർ ആണെങ്കിൽ ഓർത്തിരിക്കണേ, ഫോക്കൽ ലെങ്തിന്റെ മീഡിയം എന്ന് പറയുന്നത് 4 times ഓഫ് ഫോക്കൽ ലെങ്ത് ഇൻ എയർ ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യും, നാച്ചുറൽ റിമൈൻസ് ദി സെയിം. ഇവിടെയാണെങ്കിൽ അവനൊരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ദ റേ ബിക്കം അൺഡീവിയേറ്റഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. So we can move with the next question, number 12. A good question is waiting. Come on, try to solve it. A biconvex lens has a radius of curvature r is equal to 20 centimeter. Which one of the following options best describe the image formed of an object of height? The height of the object, it is given as 2 centimeter. The placed at a separation of 30 centimeter, that is from the lens. ഒരു ക്ലാരിറ്റി കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വി ക്യാൻ സെൻസ് ദ ആൻസർ. വളരെ ഗുഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ചില കേസസ് നമുക്ക് ചിലപ്പോൾ അസ്യൂം ചെയ്യേണ്ടി വരും. നമ്മൾ ജസ്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലത്തേക്കാണ് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടില്ല, എന്നിരുന്നാൽ പോലും അതൊരു ബൈകോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻ നമുക്കറിയാം അല്ലെ, ലെൻസ് മാഗ്നസ് ഫോർമുല വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഇവിടെ 20 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. 2 ഇൻറ്റു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവിഷൻ ബൈ 0.5 as 1/2 as 20 സെന്റിമീറ്റർ. റഫ്ലി ഒരു കാര്യം മനസ്സിലായി, ഫോക്കൽ ലെങ്ത് 20 ആണ്. അപ്പൊ എവിടെയാണ് നമ്മളുടെ ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? 30 സെന്റിമീറ്റർ. ഡബിൾ ഓഫ് എത്രയാണ്? 40 അല്ലെ. സോ ദാറ്റ് മീൻസ് ദ ഓബ്ജക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വി ക്യാൻ പ്രെഡിക്റ്റ് ടു ബി ഇൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ഡബിൾ എഫ്. അപ്പോ എവിടെയായിരിക്കും ഇമേജ് ഉണ്ടാകുക? സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഒരു ബൈകോൺവെക്സ് ലെൻസിന്റെ കോൺസെപ്റ്റ് വരുമ്പോൾ ഇമേജ് ഫോർമേഷൻ മറന്നു പോകരുത്. ഇൻഫിനിറ്റി വരുമ്പോൾ നമുക്കറിയാം ഫോക്കസിലാണ് അല്ലെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓബ്ജക്റ്റ് അടുത്തേക്ക് വരുമ്പോൾ ഇമേജ് അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഡബിൾ എഫിൽ വന്നപ്പോൾ നമുക്ക് എവിടെ തന്നെ കിട്ടി? ഡബിൾ എഫ് തന്നെ. അപ്പൊ എഫിന് ഡബിൾ എഫിന് ഇടയ്ക്ക് ഓബ്ജക്റ്റ് വരുമ്പോൾ ഡബിൾ എഫിന് അപ്പുറത്തായിട്ട് എൻലാർജ്ഡ് ഇമേജ് ഉണ്ടാവൂ, അത് റിയൽ ആയിരിക്കും എന്നുള്ള കാര്യം എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ദാറ്റ് തേർഡ് ഓപ്ഷൻ ആസ് ദി ആൻസർ, ദ റിയൽ ഇൻവേർട്ടഡ് എൻലാർജ്ഡ് വൺ. സോ മറ്റൊരു ഓപ്ഷനും അതിനകത്തില്ല, നമുക്കത് ഗ്യാരണ്ടി ആയി സി. നമുക്കൊരു കാൽക്കുലേഷൻ കുറച്ച് നമുക്കത് ചെയ്യാൻ, ആൻസറിലേക്ക് വരാൻ നമുക്ക് പറ്റും. സോ ആ ഇമേജ് ഫോർമേഷന്റെ കോൺസെപ്റ്റ് ഒന്ന് നന്നായിട്ട് സെൻസ് ചെയ്യണം കേട്ടോ. കാരണം ഡിഫറെന്റ് ലൊക്കേഷനിൽ അത് കോൺകേവ് മിററിൽ എങ്ങനെയാണ്, കോൺവെക്സ് മിററിൽ എങ്ങനെയാണ്, അതെങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്നു ഫോർ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്, അത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻസ് വരുമ്പോൾ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും, നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നതിന് അത് കാരണമാകും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു തിയറി കോൺസെപ്റ്റ് ഈസ് ദെയർ. നമ്പർ 30. An equiconvex lens is cut into 2 halves along XOX dash and YOY dash. Let FF dash be the focal length of the complete lens and each half in case 1 and 2, then what we can say? അപ്പൊ ഇതില് ആദ്യത്തെ കേസിൽ ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള അവന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആയിട്ടാണ് നമ്മളോട് പറയാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഇവനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കട്ട് ചെയ്യാം ഇങ്ങനെ. അപ്പൊ ഓരോ പാർട്ടും ഒന്ന് എടുത്തേ. നമുക്കറിയാം ഫോക്കൽ ലെങ്ത് തീരുമാനിക്കുന്നത് ആരാണ്? അവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റേഡിയസും മാത്രമാണ്. ഇങ്ങനെ ഒരു കട്ട് ചെയ്യുമ്പോൾ അവന്റെ റേഡിയസിന് വ്യത്യാസം വരുന്നുണ്ട്.
മ്യൂവിന് ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എഫ് ഡാഷ് എന്ന് പറയുന്നത് എഫ് തന്നെ ആയിരിക്കില്ലേ? ഇവന്റെ ഫോക്കൽ ലെങ്ത് തന്നെ ആകത്തില്ലേ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അതിന് പകരം അവനെ നമ്മൾ വെർട്ടിക്കലി നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവന്റെ ഒരു പകുതി ഹാഫ് എന്ന് പറയുമ്പോൾ അവന്റെ ഫോക്കൽ ലെങ്ത് ഡബിൾ എഫ് ആയിട്ടാണ് നമ്മളോട് പറയുന്നത്. എന്തായിരിക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ലെൻസ് മാർക്കേഴ്സ് ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ ഈ ഫോക്കൽ ലെങ്തിന് ഇന്റർപ്രിട്ടേഷൻ എഴുതിയാൽ അത് R ഡിവിഷൻ ബൈ 2 ഇൻറ്റു മ്യൂ മൈനസ് 1 അല്ലേ? സെയിം റേഡിയസ് ഉള്ള ഒരു പ്ലെയിനർ കോൺവെക്സ് ലെൻസിന് നമുക്ക് എന്തായിരിക്കും ഇക്വേഷൻ? നമ്മൾ പഠിച്ചു. എന്താണാവോ? അത് R ഡിവിഷൻ ബൈ മ്യൂ മൈനസ് മ്യൂ 1 അല്ലേ? യെസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ തിയറി പറഞ്ഞപ്പോൾ വളരെ മനോഹരമായി പറഞ്ഞ കാര്യമാണ്. അപ്പോ ഈ R ബൈ മ്യൂ മൈനസ് 1 എന്താണ്? ഇവിടെ നമ്മൾ എടുത്താലോ ഇറ്റ് ബിക്കംസ് 2f. സോ എഫ് ഡബിൾ ഡാഫ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് പറയാം? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇതേപോലത്തെ ഒരു പ്ലെയിനും ഇതേപോലത്തെ മറ്റൊരു പ്ലെയിനും കൂടെ ഒരുമിച്ച് ചേർത്താൽ ഇവനെ കിട്ടില്ലേ? അപ്പൊ 1/f എന്ന് പറയുന്നത് 1/f1 പ്ലസ് 1/f2 ഉപയോഗിച്ച് നോക്കി. അപ്പോ വെർട്ടിക്കൽ ആയിട്ട് രണ്ട് മാത്രമാകുമ്പോൾ അവ ഈച്ച് വണ്ണിന്റെയും ഫോക്കൽ ലെങ്ത് ഡബിൾ എഫ് ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സെക്കൻഡ് വൺ ആസ് ദി ആൻസർ ഫോർ ഇറ്റ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ, ഒരു കാരണവശാലും ആ തിയറി അറിയാതെ പോകരുതേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. See, we can move with the next one, number 14. Thin lenses in contact. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു ഫോർമുലയിലേക്ക് പോകുന്നതിന് മുന്നേ അത് കോൺവെക്സ് ആയിക്കോട്ടെ കോൺകേവ് ആയിക്കൊള്ളട്ടെ, F1 F2 ഫോക്കൽ ലെങ്ത് ഉള്ള രണ്ട് ലെൻസസ് ഒരുമിച്ച് ചേരുമ്പോൾ അവയുടെ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1/f1 പ്ലസ് 1/f2 ആയിട്ട് മാറുന്നു എന്നുള്ള കോൺസെപ്റ്റ് മറക്കരുത്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അടുത്ത കാര്യം എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ്, പവറിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പവേഴ്സിന്റെ സം ആയിരിക്കും. ഈ പവർ ഡീൽ ചെയ്യുമ്പോൾ മാത്രം ഒരു കാര്യം ഓർക്കണേ, അവിടെ പവർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് പറയുമ്പോഴും ആ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കണം. ഇനി നമ്മൾ സെന്റിമീറ്ററിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോർമുല മറക്കരുത്, 100 ഡിവിഷൻ ബൈ ദാറ്റ് ഫോക്കൽ ലെങ്ത് ഇൻ സെന്റിമീറ്റർ. വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഓരോ ലെൻസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് M1 ഇത് M2 വരുന്നതെങ്കിൽ ഓർക്കണമേ, ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ കേസസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ്, ഓർക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കേസ് എന്താണ്? നമുക്കറിയാം, ഈ കേസാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. 1/f എന്ന് പറയുന്നത് 1/f1 പ്ലസ് 1/f2 ആണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കോമ്പിനേഷന്റെ പവർ ആണ് നമ്മളോടുള്ള ചോദ്യം. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ F1 F2 അതേ രൂപത്തിലാണ് നമ്മുടെ ആൻസറും കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഒന്ന് ക്രോസ് ചെയ്തേ. സോ യു ഗെറ്റ് ദ വാല്യൂ F2 പ്ലസ് F1 ദ ഡിവിഷൻ ബൈ F1 F2. Exactly you get the answer as what? Our fourth option, that is D as the choice. അപ്പോൾ ഈ മൂന്ന് ഫോർമുലകൾ ഒരു കാരണവശാലും മറക്കാതെ ഓർത്തു വെക്കുക. നിങ്ങൾക്ക് അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒത്തിരി നന്നായിട്ട് സഹായിക്കും. നമ്മുടെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം, നമ്മൾ പ്രിസവുമായിട്ട് ബന്ധപ്പെട്ട മിനിമം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടത്. നോക്കിയേ, ആ പിക്ചർ ഒന്ന് നോക്കിയേ. ദാറ്റ് ഈസ് സെഡ് ടു ബി ദി ആംഗിൾ ഓഫ് ദ പ്രിസം, അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് നമുക്ക് പറയാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി R1, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് ഇന്റർഫേസ്, angle of incidence in the second interface as R2, and angle of emergence in the second interface, angle of refraction, that is E. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കീപ് ഇൻ മൈൻഡ്, ദ ഡീവിയേഷൻ ഡെൽറ്റ, ഇൻസിഡന്റ് ലൈറ്റും ഫൈനൽ റെയിൻ തമ്മിലുള്ള ഡീവിയേഷൻ
that is I plus E minus A. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അതോടൊപ്പം ഓർമ്മയിൽ നിൽക്കണം, എന്താണ് ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ദ പ്രിസം എന്ന് പറയുന്നത് എപ്പോഴും അത് സം ഓഫ് R1 പ്ലസ് R2 ആയിരിക്കും. അതിൽ ഓർക്കേണ്ടത് എന്താണ് R1, എന്താണ് R2. R1 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ ഫസ്റ്റ് ഇന്റർഫേസ്. R2 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻ ദ സെക്കൻഡ് ഇന്റർഫേസ്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിനിമം ഡീവിയേഷൻ കോൺസെപ്റ്റ്. ഡീവിയേഷൻ മിനിമം ആകുന്ന കേസ് എന്താണ്? അവിടെയാണ് നിങ്ങൾ ID കർവ് നമ്മൾ വരച്ചത്. ആ ID കർവ് ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ദാറ്റ് ഡീവിയേഷൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വേഴ്സസ് ആയിട്ട് നമ്മൾ കർവ് വരയ്ക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോൾ ദാറ്റ് ഡീവിയേഷൻ ടേക്ക് ദ മിനിമം വാല്യൂ. അതിന്റെ പ്രധാനപ്പെട്ട കേസസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. ഒന്ന്, at that case that ray passes symmetrically എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ്, നമ്മുടെ ലൈറ്റ് റേ നമ്മുടെ ബേസിന് പാരലൽ ആയിട്ട് മൂവ് ചെയ്യും. And keep in mind the second one, the angle of incidence should equal to the angle of emergence. R1 should equal to R2. And hence 2R should equal to A. We know A is equal to R1 plus R2. And hence R we can set it to be as A by 2. A by 2. And the third very important concept to keep in mind, the Prism Formula. വളരെ പ്രധാനപ്പെട്ട കേസാണ്. We can write it to be as mu is equal to sine of A plus delta minima by 2. That division by the sine of A by 2. വളരെ പ്രധാനപ്പെട്ട കേസാണ്. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ തിൻ ലെൻസ് തിൻ പ്രിസം ഫോർമുലയാണ്. അവിടെ വരുമ്പോഴാണ് നമുക്ക് ഡീവിയേഷൻ എന്ന് പറയുന്നത്, ഡെൽറ്റ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ട് വരികയാണ്. അപ്പോൾ അവിടെ ആണ് നമ്മുടെ ഡിസ്പേർഷൻ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരിക. അപ്പൊ ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റിങ് വരികയാണ്. അപ്പൊ സ്പ്ലിറ്റിങ് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം, ഓരോ വേവ് ലെങ്തിനും ഓരോ തരത്തിലേക്കായിരിക്കും സംഗതി വരിക. അപ്പൊ സ്വാഭാവികപരമായിട്ട് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മ്യൂ ആണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അപ്പൊ വേവ് ലെങ്ത് കൂടിയ ആൾക്ക് ഡീവിയേഷൻ കുറവായിരിക്കും വരിക. അതുകൊണ്ട് ബേസിലേക്ക് അപ്പൊ നമ്മൾ ഒരു പിക്ചറൈസേഷൻ നമ്മൾ നടത്തിയാൽ ഇവിടെ നിന്ന് വരുന്ന കളറ് ഡിവൈഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കൊടുക്കുന്നത് വയലറ്റിനായിരിക്കും, കുറവായിരിക്കും റെഡിനെന്നുള്ള കാര്യം മറക്കരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് രണ്ട് ടേമുകളാണ്, അത് മറക്കണ്ട. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പെർഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ ഡിസ്പെർസീവ് പവർ. അതിന്റെ ഫോർമുലകൾ കൃത്യതയോടെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ്. 2020 മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഒന്ന് രണ്ട് സെന്റൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച് അതിന് ടഫാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകരുത്. കാര്യമായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. എ റേ ഈസ് ഇൻസിഡന്റ് at an angle of incidence I on one surface of a small angle prism. ഒരു ചെറിയ പ്രിസത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ലെസ് ദാൻ 10 ഡിഗ്രി എന്നാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് വന്ന് വീണു, അതിന്റെ ഇൻസിഡന്റ് ആംഗിളിനെ കുറിച്ച് പറയുകയാണ് I. With the angle of the prism as A. And emerges normally from the opposite sides. ഇവിടെ നിന്ന് yes, so that is a very important one. Normally from the yes. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മൾ കൃത്യതയോടെ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് R1 ആണ്. വാട്ട് അബൌട്ട് R2? ഇവൻ നോർമലി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ R2ന്റെ വാല്യൂ, ആംഗിൾ ഓഫ് എമർജൻസിന്റെ വാല്യൂ 0 ആയി മാറുകയാണ്. എക്സാക്ട്ലി, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ I ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? സോ നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസിൽ AB-യിൽ നമ്മുടെ സ്നെൽസ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത്, സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈൻ ഓഫ് I ഡിവിഷൻ ബൈ സൈൻ ഓഫ് R1 എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇത് സ്മോൾ ആംഗിൾഡ് പ്രിസം ആണ്. അപ്പൊ എല്ലാ ആംഗിളുകളും സ്മോൾ എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ നമ്മുടെ സൈൻ ഓഫ് I എന്ന് പറയുന്നത് ഇക്വലന്റ് ടു എന്തായിട്ട് എടുക്കാം? അപ്പൊ സൈൻ ഓഫ് R1 എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആയിട്ട് പറയാം? അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ I/R1 എന്ന് പറയുന്നത് മ്യൂ ആയിട്ട് മാറില്ലേ? അപ്പൊ I എന്ന് പറയുന്നത് നമുക്ക് മ്യൂ ടൈംസ് ഓഫ് R1 ആയി മാറിയില്ലേ? നമുക്ക് വേണ്ടത് യെസ് R1 മാറ്റണം. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു. R1 പ്ലസ് R2 ആണ് നമ്മുടെ ക്യാപിറ്റൽ A എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ R2ന്റെ വാല്യൂ 0 അല്ലേ? അപ്പോ R1 പ്ലസ് 0 എന്ന് പറയുന്നതല്ലേ A ആയിട്ട് വരിക? അപ്പൊ സ്വാഭാവികപരമായിട്ട് R1 എന്തായിട്ട് മാറി? A ആയി മാറി. എങ്കിൽ I take the value as is equal to mu times of A, mu times of A, mu times of A. The second option is the answer. കണ്ടോ, നമ്മൾ പഠിച്ച തിയറി മനോഹരമായിട്ട് നമ്മൾ ചെയ്തു വന്നപ്പോഴേ എക്സാക്ട് ആൻസർ നമുക്ക് കിട്ടി. സോ ദാറ്റ് ഈസ് എ ഗുഡ് വൺ. സോ ഡി വൺ, നമ്മൾ ആ തിയറിയിൽ നന്നായിട്ട് വിശ്വസിക്കുക. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, നോ ഡൗട്ട് അറ്റ് ആൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ് സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 2008-ലാണ്, വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഒന്ന് നോക്കിയേ എന്താണ് സംഭവിക്കുക. The refractive index of the material of the prism that is given as is equal to √2. The angle of the prism is a 30 degree. One of the two refracting surfaces of the prism is made a mirror inward and by silver coating. So that is a very important one. നോക്കൂ, a beam of monochromatic light entering the prism from the other face will retraces its path. എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നൊരു റേ ഓഫ് ലൈറ്റ് എൻ്റർ ചെയ്തെന്നിരിക്കട്ടെ, എന്നിട്ട് റീട്രേസ് ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അത് രണ്ടാമത്തെ സർഫസിൽ നോർമലായിട്ട് തന്നെ പതിക്കണം. എന്ന് പറഞ്ഞാൽ അവിടത്തെ ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. എങ്കിൽ അവിടത്തെ റിഫ്ലക്ഷൻ ആംഗിളും എന്തായിട്ട് വരും? 0 വരും, റീട്രേസ് ചെയ്യപ്പെടും. പിന്നെ നൊട്ടേഷൻസിനെ കുറിച്ച് മറന്നു പോകരുത്. ഇത് ക്യാപിറ്റൽ A ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് R1 ആണ്. ഇവിടെ R2 എന്ന് പറയുന്നത് 0 ആണ്, കാരണം നോർമലി ആണ് പതിച്ചത്. ഇതാണ് I എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും ഇവിടത്തെ ചോദ്യവും I കണ്ടുപിടിക്കുക എന്നുള്ള കേസാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എടുത്ത അതേ കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്നെൽസ് ലോ എന്ന് AB-ക്ക് കൊടുത്തേ. The sine of I division by the sine of R1 is equal to the refractive index of the concept. That means the sine of I take the value as the refractive index into sine of R1. R1 ഇവിടെയും നമുക്കറിയില്ല, അവിടെയും സിമിലർ കൺസെപ്റ്റ്, that R1 plus R2 take the value as is equal to A. ഇവിടെ reflected back and that ray falling on AC normally, and hence R2 becomes 0. So R1 plus 0 equal to A, and hence we get the value R1 is equal to the angle of the prism as A. So we can substitute as mu into sine A. What is that mu? Mu is given as √2 into sine 30. That is the concept. So sine 30, take the value as is equal to 1/2. So you get the answer as 1/√2. That means that I is equal to exactly, come on, sine inverse of 1/√2. Very good, very good. You get the answer as the second one.
Is it clear? നിങ്ങളെ ക്ലിയർ ആണോ? Yes, very good, very good. Good, good. A good question, good question. Number 70. A thin prism having a refracting angle 10 degree that is made of a glass of a refractive index 1.42. And this prism is combined with another thin prism of glass of refractive index 1.7. And this combination produces dispersion without deviation. The refracting angle of the second prism should be. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രിസം, സ്മോൾ ആംഗിളിന്റെ പ്രിസം ആണ്, മറ്റൊരു പ്രിസം കമ്പൈൻ ചെയ്ത് വെച്ചു. അപ്പൊ സംഭവിക്കുന്നത് ഇവിടെ വരുന്നു, അത് ഡിസ്പേർഷൻ നടത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് ഡിസ്പേർഷൻ ഈസ് ദെയർ അഗെയിൻ ബട്ട് ദർ ഈസ് നോ ഡീവിയേഷൻ. അപ്പൊ ഇതിന്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ റേ ഓഫ് ലൈറ്റുമായിട്ട് പാരലൽ ആയിട്ട് പോകുന്നു. എന്ന് പറഞ്ഞാൽ രണ്ട് പ്രിസം കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആകണം. അപ്പൊ ഇതിനെ നമുക്ക് ഫസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം, ഇതിനെ നമുക്ക് സെക്കൻഡ് കേസ് ആയിട്ട് എടുക്കാം. അപ്പൊ Δ1 the deviation because of the first one plus because of the second one should equal to 0. That is the concept there. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് കേസിനെ നമുക്ക് എങ്ങനെ എഴുതാം? μ1 - 1 into a plus second one as μ2 - 1 into a. സ്മോൾ ആംഗിളുടെ പ്രശ്നമാണ്, മറന്നു പോകരുതേ. അപ്പൊ ആ കേസിൽ എടുക്കുമ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് have to find what is the second angle of the prism. So we can write it to be as μ2 - 1 into a to take the value as is equal to minus μ1 - 1 into a1. And our aim is to find the value of a to take the value as minus of μ1 - 1 into a1. That division by that μ2 - 1, that is very important. That is equal to, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആദ്യത്തെ കേസിൽ എത്രയാ തന്നിരിക്കുന്ന? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.42 - 1, that division by 1.7 - 1 into that angle of the prism that is given as is equal to 10 degree on, that is equal to minus 0.42 by 0.7 into 10 degree, and you get the value as is equal to what? 6 degree. Why it is negative? The second prism that is inverted, and hence the sign is negative. So keep in mind. So this is the combination. ഇനി മറ്റൊരു കേസ് കൂടെ വരാൻ സാധ്യതയുണ്ട്, മറന്നു പോകരുത്. Deviation without dispersion. Deviation without dispersion. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആംഗുലർ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് 0 ആക്കി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. വളരെ പ്രധാനപ്പെട്ട കേസാണ് മയോപ്പിയ. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഓർക്കണേ. നമ്മുടെ ഐയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ 4 ഡിഫക്ട്സുകൾ അല്ലെ. ഒന്ന് ഷോർട്ട് സൈറ്റ്നെസ് ആണ് നമ്മൾ വന്നത്, മയോപ്പിയ. അത് മയോപ്പിയ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിച്ച ലെൻസ് മറന്നു പോകരുത്, കോൺകേവ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെ, ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു. അവിടെ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി കോൺവെക്സ് ലെൻസ് നമ്മൾ യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് 2 കേസസ് വന്ന പ്രസ് ബയോപ്പിയ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ബൈഫോക്കൽ ലെങ്ത് ഉള്ള കോൺസെപ്റ്റുകൾ നമ്മൾ കൊടുത്തു. അസ്റ്റിഗ്മാറ്റിസം വന്നപ്പോൾ നമ്മൾ കോർണിയയുടെ നെഗറ്റീവ് അല്ലെ, കർവേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മളൊരു സിലിണ്ട്രിക്കൽ കോൺസെപ്റ്റ് നമ്മൾ കൊടുത്തു. ഇത്രയും കേസസ് ആണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ച 4. ഈ മയോപ്പിയുടെ യഥാർത്ഥ പിക്ചർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഹെൽത്തി നമ്മുടെ മയോപ്പിക് പേഴ്സണിലെ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ഫാർ പോയിന്റ് എന്ന് പറയുന്നത് വരെയുള്ള എക്സാക്ട് ഇൻഫർമേഷൻ ഇമേജസ് റെറ്റിനയിൽ വന്ന് പതിയും. പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിലേക്ക് വരണം ഒരിക്കൽ കൂടെ. മയോപ്പിയ എന്ന് പറയുമ്പോൾ the problem with larger separation, that is very important.
എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയർ പോയിന്റ് മുതൽ ഒരു പർട്ടിക്കുലർ ഫാർ പോയിന്റ് വരെയുള്ളത് എക്സാക്റ്റ് ആയിട്ട് റെട്ടിനയിൽ കിട്ടും. പക്ഷെ ഫാർ പോയിന്റിന് അപ്പുറത്തുള്ള കേസസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഇമേജസ് ഉണ്ടാകുന്നത് ഇൻ ബിറ്റ്വീൻ ദ റെറ്റിന ആൻഡ് ദാറ്റ് ഐലൻഡ്സ്. ഇതാണ് അവിടുത്തെ ഡിഫക്റ്റ്. ഈ ഒരു റേ ഡയഗ്രാം ഒന്ന് ഓർമ്മയിരിക്കട്ടെ, പല എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കോൺകേവ് ലെൻസ് ആയിരിക്കും. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് ഫാർ പോയിന്റ് ആയിരിക്കണം. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ദേ. ഇനി അടുത്തത് നമ്മുടെ ഹൈപ്പർ മെട്രോപിക് പേഴ്സൺസ് വരുമ്പോൾ അവിടെ ഓർക്കുക, നമ്മുടെ ഒരു നിയർ പോയിന്റ് നമുക്ക് എന്ന് പറയുന്നത്, സാധാരണ നിയർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ 25 സെന്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതിന് വരെ ഈ പേഴ്സൺ അതൊരു 35 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 40 സെന്റിമീറ്ററോ ആയിരിക്കും. അതാണ് ഹൈപ്പർ മെട്രോപിക്. ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുമ്പോൾ ലോങ് ക്ലിയർ ആണ്, അടുത്ത് നമുക്ക് അവ്യക്തതയാണ് എന്നാണ് മീനിങ്. അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മുടെ നിയർ പോയിന്റിലൊക്കെ ഉള്ള ഓബ്ജക്ട്സിന്റെ ഇമേജസ് ഉണ്ടാകുന്നത് ബിഹൈൻഡ് ദ റെറ്റിനയാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള നമ്മളുടെ അൺഹെൽത്തി ഡിസ്റ്റൻസ് ഡി ആണെന്നിരിക്കട്ടെ, അത് നമുക്ക് ക്യാപിറ്റൽ ഡി ആയിട്ടാണ് മാറ്റേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോക്കൽ ലെങ്ത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ഡി ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി മൈനസ് ക്യാപിറ്റൽ ഡി. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, മറക്കരുത്. ഇനി അടുത്ത് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഇക്വേഷൻ അതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിന്റെ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്തിരിക്കണേ. ഫോക്കൽ ലെങ്തിനും ഓപ്റ്റിക് സെന്ററിനും ഇടയ്ക്ക് ഓബ്ജക്റ്റ് വെക്കുമ്പോൾ എറക്റ്റ് ആയിട്ടുള്ള വെർച്വൽ ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ്, ഒരു ഇമേജ് ഉണ്ടാകുന്നു. അത് എൻലാർജ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ റീഡിംഗ് ഗ്ലാസ് ആയിട്ടോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. അതില് മാഗ്നിഫൈയിങ് പവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ബൈ യു എന്നാണ് അതിന്റെ യഥാർത്ഥ റിലേഷൻ. രണ്ട് കേസസ് വരുന്നു. ഒന്ന് ഇമേജ് ഫോർമേഷൻ അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ്, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ രൂപത്തിൽ അതിനെ ഉപയോഗിക്കുന്നത്. 1 + d/f ആണ് അതിന്റെ ഫോർമുല. അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ അറ്റ് ഇൻഫിനിറ്റി, അവിടെ വരുമ്പോൾ അത് d/f ആണ്. ഇനി നമുക്ക് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർക്കുക, ഇറ്റ് ഈസ് അവർ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എടുക്കുമ്പോൾ അവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്, അവിടുത്തെ ഐ ലെൻസ്, ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഐ ലെൻസിനേക്കാൾ കുറവായിരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ടെലസ്കോപ്പിൽ അങ്ങനെയല്ല കേട്ടോ, അത് കൂടുതലായി. സാധാരണ കേസിൽ നിങ്ങളുടെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ആംഗിൾ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അവിടെ മാഗ്നിഫൈയിങ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഇൻറ്റു ഐ ലെൻസ്. മക്കളെ, ഇതൊരു ക്രാഷ് കോഴ്സാണ്. അപ്പോൾ നമുക്ക് ക്രാഷ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത് റിപ്പീറ്റേഴ്സ് ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഏതാണ്ട് 25-30 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തീർക്കുന്നത്. അപ്പൊ സ്വാഭാവികപരമായിട്ടും അതിൻ്റെതായ ചടുലത അതിനകത്തുണ്ടാവും. എന്താണ് മാഗ്നിഫൈയിങ് പവർ ഓഫ് ദ ഒബ്ജക്റ്റീവ്? സിമ്പിൾ ആയിട്ടൊരു ലെൻസ് അല്ലേ, അവിടെ ഒരു ഇമേജ് ഇരിക്കണു, അതിന്റെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാകണു. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് വി ഒബ്ജക്റ്റീവ് ബൈ യു ഒബ്ജക്റ്റീവ് എന്നെടുക്കാം. ഇനി ഈവൻ നമ്മുടെ ഐ ലെൻസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് d/u ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് ആൾ. അവിടെ വരുന്ന ഒരു ടേം കൂടിയുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ്, ദാറ്റ് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ അവർ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഐ ലെൻസ്, ദാറ്റ് ഈസ് സെഡ് ടു ബി ഈക്വൽ ടു v0 + ue. അതില് സാധാരണ രൂപത്തില് ഒരു മാഗ്നിഫിക്കേഷൻ ആണ് കേസ് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാഗ്നിഫൈയിങ് പവർ അറ്റ് ലീസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവിടെ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോർമുലയ്ക്ക് ഒരു ചെറിയ വ്യത്യാസം വരുന്നു. ദാറ്റ് മാഗ്നിഫൈയിങ് പവർ ടേക്ക് ദ വാല്യൂ as is equal to -v0/u0 into that 1 + d/f. നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ അതേ ഫോർമുല നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മതി.
സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ആ തിയറി നന്നായിട്ട് പല വേർഷനിൽ ഇക്വേഷൻസ് നോക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ തിയറി ബുക്ക് നന്നായിട്ട് നോക്കി അത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. നമ്മുടെ ടെലസ്കോപ്പ് വരുമ്പോൾ ഇപ്പൊ നമുക്ക് വലിയ അസ്ട്രോണമിക്കൽ ആയിട്ടുള്ള മൂണിനെയോ അല്ലെങ്കിൽ സണ്ണിനെയോ ഒക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഈ കോൺസെപ്റ്റിൽ ഒരു കാര്യം ഓർക്കണേ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കമ്പയർഡ് ടു ഐ. അപ്പൊ ഇവന് നമുക്കൊരു 5 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവന് ചിലപ്പോൾ 95 സെന്റിമീറ്റർ ആയിരിക്കും എടുക്കുക. ആ ഒരു വ്യത്യാസം ഒന്ന് ഓർക്കണേ. ഇനി ഇവിടെ മാഗ്നിഫൈയിങ് പവർ ലെങ്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാഗ്നിഫൈയിങ് പവർ അറ്റ് ഇൻഫിനിറ്റി എന്നൊരു കണ്ടീഷനാണ്. അത് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് -F0/Fe. അതോടൊപ്പം the length of the tube, that is in between that the separation between that objective lens and eye lens, so that is equal to F0 plus F into E when the image location is at infinity. ഇത്രയും കേസസ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. അതോടൊപ്പം നമുക്ക് റിസോൾവിംഗ് പവറുമായിട്ട് ബന്ധപ്പെട്ട ചില കേസസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. സോ എവരിബഡി, ആർ യു ഓക്കെ? യെസ്. Yes, sure. Yes. Come on. What is the answer for it? The hypermetropia is a dot defect. Simple question. Come on. Please give the answer. So, ഇതിന്റെ previous year questions in the video ഉറപ്പായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കുട്ടികളെ. Within 1 or 2 days ഞാനത് ഷെയർ ചെയ്തോളാം. ഒരു മൺഡേക്ക് മുന്നേ തന്നെ ഞാൻ ഓപ്റ്റിക്സിന്റെയും മറ്റ് ചാപ്റ്ററുകളുടെയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. So simple the answer is simple. It becomes a long-sighted defect. You know, it is a hypermetropia. അപ്പം ലോങ് സൈറ്റ് ഓക്കെയാണ്, പക്ഷെ അടുത്തുള്ള സെപ്പറേഷൻ ഓബ്ജക്ട്സുകൾ ക്ലിയർ അല്ല എന്നുള്ളതാണ് അവിടുത്തെ കോൺസെപ്റ്റ് ആയിട്ട് വരിക. A good question is waiting for you. The magnifying power of a telescope, that is angular magnifying power of a telescope, is given as 9. When it is adjusted for parallel rays, the distance between the objective and eyepiece is 20 centimeter. That is the length എന്ന് പറയുന്നത് 20 centimeter ആണ്. ഇവിടെ പറയുന്നത് it is adjusted for parallel rays. എന്താണ് അതിന്റെ മീനിങ്? പാരലൽ റേസ് എന്ന് പറഞ്ഞാൽ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റ് കണ്ടീഷനിലുള്ള മാഗ്നിഫിക്കേഷനും ലെങ്തുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസസ്, ഒബ്ജക്റ്റീവിന്റെയും ഐ ലെൻസിന്റെയും ഫോക്കൽ ലെങ്ത് എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കറിയാം ദ മാഗ്നിഫൈയിങ് പവർ എന്ന് പറയുന്നത് ഇൻ മാഗ്നിറ്റ്യൂഡ് വി ക്യാൻ സേ ദാറ്റ് FO/FE എന്ന് പറയുന്നതാണ് 9. സോ അവിടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ എന്താണ്? FO എന്ന് പറയുന്നത് 9 times of FE ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ലെങ്ത്? സോ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് FO പ്ലസ് FE ആണ് 20 centimeter. So even നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സാക്ട്ലി FO become 9 FE plus FE is equal to 20. That is 10 FE is equal to 20. That means FE is equal to 2. Yes, exactly. അപ്പോൾ ഒരൊറ്റ ചോയ്സേ ഉള്ളൂ അല്ലേ ആൻസറിലേക്ക് നമ്മൾ എത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ FO ഒബ്ജക്റ്റീവ് ലെൻസിന്റെ എന്താണ്? 9 times of 2 ആണ്. So 18 centimeter ആയിരിക്കും എക്സാക്ട്ലി. So we can take that third option as the answer. Very good. You are right. Exactly. Good. So we can move with the question number. Look, number 21. Okay.
And before that, tomorrow, the modern physics with the 3 chapters, dual nature, atoms and nuclei. And again, with 5+ questions are waiting from that one. അതുകൊണ്ട് വളരെ സീരിയസോടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമുക്ക് ഇനിയുള്ള 2 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മോഡേൺ ഫിസിക്സിൽ നിന്ന് നമുക്കൊരു 5+ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. നമ്മുടെ ഇലക്ട്രോണിക്സിൽ നിന്ന് മിനിമം നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ അതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണെന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗുഡായിട്ട് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടുമോറോ മോർണിംഗ് എക്സാക്ട്ലി അറ്റ് 9 o'clock. കുഞ്ഞുങ്ങളെ, ഈ ഒരു പെയിൻ നിങ്ങൾക്ക് വേണ്ടി SS ഫിസിക്സ് ക്ലാസ്സസ് എടുക്കുന്നത് അത് നീറ്റിൽ ഏറ്റവും നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വരേണ്ടത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രതിഫലം നമുക്ക് വരിക. പക്ഷെ അത് ഏറ്റവും നല്ല രൂപത്തിൽ ഗുഡായിട്ടുള്ള ഒരു തിയറി പോയിന്റ് നമ്മൾ അത് എടുക്കുമ്പോൾ നിങ്ങളുടെ നീറ്റിന് അത് നല്ല ഗുഡായിരിക്കും. അതോടൊപ്പം തന്നെ പ്ലീസ് ഷെയർ ദിസ് ചാനൽ ടു യുവർ ഫ്രണ്ട്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഒരു എനർജിയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ്നെസ്സിലേക്ക് നടക്കുക. ഇനി കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. 39 ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറയുമ്പോൾ സാധാരണ രൂപത്തിൽ ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് വേവ് ഓപ്റ്റിക്സ്. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേവ് ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചെറിയ കോൺസെപ്റ്റ്സുകളൊന്ന് ഓർമ്മപ്പെടുത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് the locus of all the particles vibrating with the same phase. അതിനെയാണ് നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കേണ്ടതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുമായിട്ടുള്ള 3 കേസസ് എന്ന് ഓർത്തിരിക്കുക. ഒന്ന്, ഒരു ലീനിയർ സോഴ്സ് ആണെങ്കിൽ the wave front becomes cylindrical in structure. ഒരു ഓബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണെങ്കിൽ, ലുക്ക് ദിസ് ഈസ് ദ പാരലൽ വൺ, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും എന്നുള്ള കേസ് കൊടുക്കുക. അതിനു പകരം അതൊരു പോയിന്റ് സോഴ്സ് ആണെങ്കിൽ, and keep in mind that the spherical wave front in the sense that is the aspect. വളരെ പ്രധാനപ്പെട്ട കേസാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവില് സിമ്പിൾ ആയിട്ട് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള കേസസ് ആണ്. ഇന്റർഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ കുഞ്ഞുങ്ങളെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുക. അപ്പോൾ നമ്മൾ കൊഹിറന്റ് സോഴ്സസ് ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം. കൊഹിറന്റ് സോഴ്സസ് ആണ്. അപ്പോൾ ആ 2 സോഴ്സുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് നമ്മൾ സാധാരണ സ്മോൾ d ആയിട്ട് എടുക്കുക. അതും സ്ക്രീനും തമ്മിലുള്ള അകലമാണ് D ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, സെൻട്രൽ എന്ന് പറയുന്ന പൊസിഷൻ എടുക്കുമ്പോൾ 2 സോഴ്സിൽ നിന്നുള്ള ഈക്വൽ സെപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അവയുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആകുന്നത് കൊണ്ട് സെന്ററിൽ നമുക്ക് സെൻട്രൽ മാക്സിമം ആയിരിക്കും ഉണ്ടാക്കുക. ഇന്റർഫറൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റി എന്താണോ അത് തന്നെ ആയിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോത്തിന്റെയും ഇന്റൻസിറ്റി എന്നുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോ ഓരോ മാക്സിമയുടെ ഹൈറ്റും എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. വിഡ്ത്ത് സെയിം ആയിരിക്കും. ഓരോ ഡാർക്കിന്റെ വിഡ്ത്തും ഓരോ ബ്രൈറ്റിന്റെ ഫ്രഞ്ചിന്റെയും വിഡ്ത്ത് സെയിം ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ബീറ്റ? ദ ഫ്രഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 അഡ്ജസന്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചസിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ബ്രൈറ്റ് ഫ്രിഞ്ചസിന്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ സെപ്പറേഷനെ നമുക്ക് വിളിക്കാം ബീറ്റ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ബ്ലാക്കും ഒരു ബ്രൈറ്റും കൂടെ ചേരുന്നതാണ് ഒരു ഫ്രിഞ്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ആ ഇക്വേഷൻ ഒന്ന് ഓർമ്മയിരിക്കട്ടെ, ലാംഡ D by small d. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൊക്കേഷൻ ഓഫ് nth ബ്രൈറ്റ് ഫ്രിഞ്ചസ്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ സെൻട്രൽ മാക്സിമത്തിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ഓഫ് ദ nth ബ്രൈറ്റ് ഫ്രിഞ്ച് എന്ന് പറയുന്നത് ലാംഡ.
ക്യാപിറ്റൽ ഡി ഡിവിഷൻ ബൈ സ്മോൾ ഡി ആയിരിക്കും. അതിന് പകരമായിട്ട് നമ്മൾ ഡാർക്ക് ഫ്രിഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2n minus 1 into lambda capital D by 2D. ഈ റിലേഷൻസ് വളരെ കൃത്യതയോടെ പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്, മറക്കരുത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്പെസിഫിക് ആയിട്ടുള്ള ചില കേസസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എസ്പെഷ്യലി ബേസിക് കോൺസെപ്റ്റ്സ് വരുമ്പോൾ നമുക്ക് രണ്ട് വേവ്സ് ഉണ്ടെന്നിരിക്കട്ടെ, അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡുകൾ A1 A2 ആണ് എന്നുണ്ടെങ്കിൽ അവയുടെ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് 5. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ കിട്ടാവുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് A1 പ്ലസ് A2 ആണെന്നുള്ള കാര്യം മറക്കരുത്. മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് A1 ഡിഫറൻസ് A2 അടുത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഓരോന്നിന്റെയും ഇന്റൻസിറ്റി I1 I2 ആണ്. അവ തമ്മിലുള്ള ഫേസ് ഫൈ ആണെങ്കിൽ റിസൾട്ടന്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് IR is equal to I1 plus I2 plus 2 root I1 I2 cos 5. നമ്മുടെ ഇന്റർഫറൻസുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കണേ, രണ്ടിന്റെ ഇന്റൻസിറ്റി ഓരോന്നിന്റെയും സെയിം ആയിരിക്കണം. അതുമായിട്ട് കിട്ടാവുന്ന മാക്സിമം ഇന്റൻസിറ്റിയുടെ വാല്യൂ 4I0 ആണെന്നിരിക്കുക. മിനിമം വരുന്നത് 0 വളരെ പ്രധാനപ്പെട്ട കേസാണ്. നോക്കൂ, the ratio of intensities of two waves are given by 4:1. The ratio of amplitude of the two waves വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം ഇന്റൻസിറ്റി പ്രൊപ്പോർഷണൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു റൂട്ട് I, that is A1 by A2. Take the value as is equal to root of I1 by I2. So that is equal to root of 4 by 1. That is equal to 2:1. So exactly you get the answer. 420 as the first option as the answer. Yes, very good, very good. Come on everybody. നിങ്ങളെ എൻ്റെ ആൻസറിലേക്കൊക്കെ വന്നേ പെട്ടെന്ന്. Then it becomes so good for you. നോക്കൂ, അടുത്ത question, number 21. In Young's double slit experiment, if the separation between the coherent sources is hard and the distance of the screen from the coherent sources is doubled, the fringe width becomes. We know that beta is lambda capital D by small d. Come on everybody, പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. Come on. പെട്ടെന്നാവട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ കേസസ് എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ സോഴ്സസ് തമ്മിലുള്ള സെപ്പറേഷൻ ആണ് സ്മോൾ ഡി ആയിട്ട് പറയുന്നത്. ഈ ഗ്യാപ്പ് ആണ് ക്യാപിറ്റൽ ഡി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ കേസ് വരുമ്പോൾ ഒരേ വേവ് ലെങ്താ യൂസ് ചെയ്യുന്നത്, പക്ഷേ the distance of the screen from the coherent sources is doubled എന്ന് പറയുമ്പോൾ 2D ആയിട്ട് മാറുന്നു. And the separation between coherent sources is halved, that is D by 2. So it becomes 2 into 2. It becomes 4 lambda capital D by small d. That is equal to 4 times of beta. So we get the answer as the second option. So here the next one, number 22. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Young's double slit experiment, the fringe width is found to be 0.4 mm. If the whole apparatus is immersed in water of refractive index 4/3,
without disturbing the geometrical arrangement, the new fringe width will be. അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ ഇപ്പൊ ആദ്യത്തെ കേസിൽ ബീറ്റ എന്ന് പറയുന്നത് ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്നെടുത്താൽ, രണ്ടാമത്തെ കേസിൽ ഇൻ വാട്ടർ വി ക്യാൻ റൈറ്റ് ടു ബി ലാംഡ ഇൻ വാട്ടർ. അവിടെ അറേഞ്ച്മെന്റ്സ് എല്ലാം സെയിം ആയിട്ടാണ് നമ്മളോട് പറയുക, എയറിലെ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും ഒക്കെ സിമിലർ ആണെന്ന് അർത്ഥം. പക്ഷെ അവിടെ വാട്ടറിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എയർ ബൈ മ്യൂ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്കറിയാം ഒരു ഡെൻസറിലേക്ക് നമ്മുടെ ലൈറ്റ് റേ കിടക്കുമ്പോൾ അവന്റെ സ്പീഡ് കുറയുന്ന മാതിരി തന്നെ വേവ് ലെങ്തും കുറയുന്നു. So there that is a very important. So the lambda capital D by small d, so that is equal to beta by mu. So that is what is called the concept there. That is very important. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബീറ്റ എന്ന് പറയുന്നത് in water, beta in air it is 0.4 mm by mu, the refractive index, that is 4 by 3. So you get the answer as is equal to 0.3 mm. That means exactly the first choice as the answer. Is it okay? Fine? Good. Very good. At the concept. നമ്മുടെ 23 നല്ല ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ, ഗുഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നോക്കിയേ, in Young's double slit experiment, that is first performed in air and then in a medium, it is found that eighth bright fringe in the medium, ഒരു മീഡിയം ആണ് കൺസിഡർ ചെയ്യുന്നത്, അവിടെ എയ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകുന്ന ലൊക്കേഷൻ എവിടെയാണോ lies where the fifth dark fringe in air, fifth dark fringe, the refractive index of the medium is nearly. So that is a question. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. Come on, try to do it. അവിടെ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ, നമുക്ക് സിമ്പിൾ ആയിട്ട് എൻ ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ഡാർക്ക് ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ, കീപ് ഇൻ മൈൻഡ് ആസ് 2n - 1 into ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ഇത് രണ്ടും ആ ലൊക്കേഷൻ ഈക്വൽ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് ഇത് സെൻട്രൽ മാക്സിമം ആണെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊരു ലൊക്കേഷൻ എടുത്തു, ആ ലൊക്കേഷനിലെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ എട്ടാമത്തെ ബ്രൈറ്റ് ഫ്രിഞ്ചിന്റെ ലൊക്കേഷൻ ആണ് എയറിലെ അഞ്ചാമത്തെ ലൊക്കേഷൻ. അപ്പൊ എയ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? n into lambda that is in the medium into capital D division by small d എന്ന് പറയുന്നത് എന്ത് ഡാർക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2m - 1 into lambda air capital D by 2d. ഇവിടെ ഒരു 2 ഉള്ള കാര്യം മാറ്റാം. ഇനി സിമ്പിൾ ആണ്, നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ അതിനുള്ളിലെ സെയിം ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമുക്ക് കളയാം. n എന്ന് പറയുന്നത് എയ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് എന്നാണ് നമ്മളോട് പറയാ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവരെ നമുക്ക് എന്ത് ചെയ്യാം? ഇനി മീഡിയം വരുമ്പോൾ അത് ലാംഡ എയർ ബൈ മ്യൂ ആയിട്ട് നമുക്ക് എഴുതിക്കൂടെ? യെസ്, ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇവിടെ പറയുന്നത് ഫിഫ്ത്ത് ഡാർക്ക് ഫ്രിഞ്ച് എന്നാണ്. സോ എം എന്ന് പറയുന്നത് 5 ആയിട്ട് എടുക്കുക. സോ 5 into 2 10 - 1 9 into ലാംഡ എയർ ബൈ 2 ആയിട്ട് നമുക്ക് എടുക്കാം. എയർ ക്യാൻസൽ അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ മ്യൂ എന്തായിട്ട് മാറുന്നു? That is equal to as 16 by 9. So that is equal to 1.777. So you get the answer as for 23 exactly that third choice as the answer. കുട്ടികളെ വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന്, ലൊക്കേഷൻ ഓഫ് എന്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഏതാണ്? ഇക്വേഷൻ ഓർക്കുക, n into lambda capital D by small d. അടുത്ത കേസ് ഏതാണ്? the location of the nth dark fringe ഏതാണ്?
That is 2n minus 1 into lambda capital D by 2D. So that is a very, very important aspect. Very good. A good question. Next one. Diffraction, polarization, Doppler effect. മൂന്നിലും നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കുഞ്ഞുങ്ങളെ ഡിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കേസ് ആയിരിക്കും. ഇൻഡിഫറൻസ് ബേസ് ചെയ്തായിരിക്കും. പിന്നെ ഉള്ള ചാൻസസ് ആണ് നമുക്ക് ഡിഫ്രാക്ഷനും പോളറൈസേഷനും ഡോപ്ലർ എഫക്റ്റും. അപ്പൊ അതിനുള്ളില് ഡിഫ്രാക്ഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർക്കേണ്ടത് ഇൻഡിഫറൻസിൽ പഠിച്ച പാത്ത് ഡിഫറൻസിന്റെ കണ്ടീഷൻസ് എല്ലാം റിവേഴ്സ്ഡ് ആവും. അവിടെ ബ്രൈറ്റിന് പഠിച്ചതെല്ലാം ഇവിടെ നമ്മൾ ഡാർക്കിന് ഉപയോഗിക്കും. അവിടെ ഡാർക്കിന് പഠിച്ചതെല്ലാം ഇവിടെ ബ്രൈറ്റ്നെസ്സിന് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഓർമ്മയിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. അപ്പൊ എന്ത് മിനിമ എന്നൊരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പാത്ത് ഡിഫറൻസ്. ഇവിടെ സ്ലിറ്റ് വിഡ്ത്ത് എ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്ന് പറയുന്നത് മിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ. അത് മാക്സിമ എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ 2n plus 1 into lambda by 2 എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പൊ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. അതാണ് ബേസിക് ആയിട്ട് ഡിഫ്രാക്ഷൻ ബേസ് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനി പോളറൈസേഷൻ വരുമ്പോൾ രണ്ട് നിയമവശങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിലൊന്നെന്ന് പറയുന്നത് ബ്രൂസ്റ്റേഴ്സ് ലോ ആണ്. ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ബേസ് ചെയ്ത് പോളറൈസേഷൻ കണ്ടുപിടിക്കുന്ന ആസ്പെക്ട് ആണ്. അവിടെ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മുടെ വേവ് വന്ന് വീഴുമ്പോൾ അവയുടെ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ് ആകുന്ന കേസാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻ എന്ന് പറയുന്നത് that tan theta is equal to the refractive index. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. നമ്മൾ മാലസ് ലോയുമായി ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് മാലസ് ലോ എന്ന് പറയുന്നത് പറയാം. ഓരോ അനലൈസർ പോളറൈസ്ഡ് കഴിയുമ്പോൾ എന്തുമാത്രം ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് റീറ്റൈൻഡ് ആകുന്നു എന്നുള്ളതാണ് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുക. ഇനി ഡോപ്ലർ എഫക്റ്റ് ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരൊറ്റ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ദാറ്റ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ എന്ന് പറയുന്നത് ബി ബൈ സി. അപ്പൊ അവിടെ റിലേറ്റീവ് അപ്രോച്ച് വരുമ്പോൾ ആകപ്പാടെ റിസഷനും അതോടൊപ്പം അപ്രോച്ചും എന്ന് പറയുന്ന രണ്ട് കേസസ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ അപ്പാരന്റ് ചേഞ്ച് ഇൻ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വി ബൈ സി ആയിരിക്കും. അവിടെ വി എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ്. നോക്കൂ. So just 4 to 5 questions are waiting for you. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല പ്രാവശ്യം ആവർത്തിച്ച ഒരു കോൺസെപ്റ്റ് ആണ് കുഞ്ഞുങ്ങളെ this one, diffraction. A beam of light of wavelength 600 nanometer from a distant source falls on a single slit 1 millimeter wide, and the resulting diffraction pattern is observed on a screen 2 meters away. The distance between the first dark fringes on either side of the center maximum. അവിടെ എപ്പോഴും ഓർത്തിരിക്കണേ, നമ്മുടെ ഡിഫ്രാക്ഷൻ കഴിയുമ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ സെൻട്രൽ മാക്സിമത്തിന്റെ ഇന്റൻസിറ്റിയുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് മാക്സിമയുടെ വാല്യൂ എന്ന് പറയുന്നത് I0/21 ആണ്. റെഡിലി ഡിക്രീസസ് ടു 0. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഫസ്റ്റ് മിനിമയും ഈ മിനിമയും തമ്മിലുള്ള ഗ്യാപ്പ് എന്തെന്നാണ്. എന്ന് പറഞ്ഞാൽ 2x എന്താണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യം നമുക്ക് ഈ തീറ്റയുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് ദ എന്ത് മിനിമ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എന്ന് പറയുന്നത് എൻ ലാംഡയാണ്. ഇവിടെ ഫസ്റ്റ് മിനിമ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് n is equal to 1. അപ്പോൾ എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ലാംഡ ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ടേക്ക് ദ വാല്യൂ s is equal to ലാംഡ ബൈ എ. ഇനി ഈ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സബ്ടെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് സ്മോൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് സൈൻ തീറ്റ എന്ന് പറയുന്നത്
തീറ്റയ്ക്ക് സമമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ബൈ എ എന്ന് നമുക്ക് പറയാം. അപ്പോ ഈ തീറ്റ ലാംഡ ബൈ എ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കംഫർട്ട് ആയിട്ട് എടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് ഡിവിഷൻ ബൈ ദാറ്റ് റേഡിയസ് ആസ് എ ഡി ഓർ ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലൈൻ. So from that you get the value for x is equal to lambda capital D division by A. But our aim is to find what is the linear width of the center maxima. Linear width of the center maxima. So that is nothing but equal to 2 into x. That is equal to 2 into lambda capital D by A. That is equal to 2 into the wavelength, thus 6 into 10 to the power of minus 7 into the capital D as 2 division by that slit width as 10 to the power of minus 3. And on solving, we get the value as is equal to, come on, yes, 2 into 2, 4, 4 into 6 as 24 into 10 to the power of minus 4. We can write it to be as is equal to exactly 2.4 into 10 to the power of minus 3. That is a D option as the answer. Exactly. Very good, very good. Good, good. Exactly. So please comment. എല്ലാവരും കമന്റ് ചെയ്യാൻ കൂടെ ശ്രമിച്ച് കൃത്യമായിട്ട് ആൻസർ പറയാൻ ശ്രമിച്ച്. 25th question. Assume that the light of wavelength 600 nanometer is coming from a star. The limit of resolution of a telescope whose objective has a diameter, that means aperture is given as is equal to 2 meter. കുഞ്ഞുങ്ങളെ, നമ്മുടെ ടെലസ്കോപ്പും അതോടൊപ്പം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട റിസോൾവിംഗ് പവർ, റിസോൾവിംഗ് ലിമിറ്റ്, അങ്ങനെയുള്ള കേസസ് കൃത്യമായിട്ട് അത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. ഇവിടെ ടെലസ്കോപ്പിൽ എന്ന് പറയുമ്പോൾ വളരെ ലാർജ് സെപ്പറേഷൻ ഉള്ള കേസസ് എടുക്കുന്നത് കൊണ്ട് തന്നെ they are expressed in terms of that angle is equal to that 1 by and to lambda division by the aperture, that is the resolving limit, the resolving limit. So that is equal to 1.22 into the wavelength, thus 600 nanometer, 6 into 10 to the power of minus 7 division by that 2. നിങ്ങളെ ഓർക്കണേ, 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുതേ. On solving, come on everybody, what is the answer for that? You get the answer as 3.66 into 10 to the power of minus 7. Exactly, you get the answer as the D choice. So a good question. Now we can move to the question number 26. The resolving power of an optical microscope, the telescope ആകട്ടെ, whatever may be the case, നമ്മുടെ റിസോൾവിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ലാംഡയാണ്. അതുകൊണ്ട് തന്നെ റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ്ലെങ്ത് ആണ്. വളരെ പ്രധാനപ്പെട്ട കേസാണ്. അപ്പോൾ ആദ്യത്തെ വേവ്ലെങ്ത് 4000 ആംസ്ട്രോങ് ആണ്, രണ്ടാമത്തെ വേവ്ലെങ്ത് 6000 ആണെങ്കിൽ we can easily say that resolving power is proportional to 1 by lambda. For the two situations, RP1 by RP2 is equal to lambda 2 division by lambda 1. So that is equal to 6000 Armstrong, that division by that 4000 Armstrong. So you can cancel it and you get the value as a 3 by 2. So B as the answer. That is very, very important. Very good, very good. Good, exactly. So we can move with the question number that 27. The Brewster's angle for an interface should be. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ബ്രീസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത് ടാൻ തീറ്റ പി എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഡെൻസർ വിത്ത് റെസ്പെക്ട് ടു റെയർ ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1 ആകണ്ടേ. ഗ്രേറ്റർ ദാൻ 1 ആകണമെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 45 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ്. പിന്നെ അപ്പൊ സ്വാഭാവികപരമായിട്ട് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം,
ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്താൽ, അപ്പൊ ഇത് മിനിമം വാല്യൂ എന്ന് പറയുന്നത് 45 ആയിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി മാക്സിമം എന്താണ്? ഇവിടെ നിന്ന് ഇതുവരെ വരാം അല്ലെ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയായിട്ട് നമുക്ക് മാറും? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതിനും അക്യുറസ് ആയിട്ടായിരിക്കണം? 45 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കായിരിക്കണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ 2020 ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. 45ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കാണ് എന്നർത്ഥം. So the second option as the answer. Very good, very good. We are waiting a very good question for you from 2017. Polarization base ചെയ്തിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിലെ മാലസ് എന്ന് പറയുന്ന ഒരു നിയമമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആ നിയമം പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഒരു പോളറൈസേഷനിലെ ബേസിക് ആയിട്ടുള്ള രണ്ട് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് ഇതിനെ പോളറൈസർ എന്നാണ് നമ്മൾ പറയുന്നത്, പോളറൈസർ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവ തമ്മിൽ ഒരു തീറ്റ ആംഗിൾ ഉണ്ടെന്നിരിക്കും. ഇവനെ നമ്മൾ വിളിക്കുന്നത് അനലൈസർ എന്ന്. ഈ അനലൈസറിൽ വന്നു വീഴുന്ന ഇന്റൻസിറ്റി I1 ആണെങ്കിൽ ട്രാൻസ്മിറ്റർ ആയിട്ട് വരുന്ന അനലൈസറിൽ നിന്ന് വരുന്ന ഇന്റൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് I1 cos സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇതാണ് മാലസ് ലോ പറയുന്നത്. അപ്പോ നമ്മുടെ പോളറൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡിവൈസസ് ആണ് പോളറൈസർ ആൻഡ് അനലൈസർ. അപ്പോ പോളറൈസറിന്റെ ഓപ്റ്റിക് ആക്സിസും അനലൈസറിന്റെ ഓപ്റ്റിക് ആക്സിസും തമ്മിൽ തീറ്റ ആംഗിൾ ആണ് വെക്കുന്നതെങ്കിൽ അനലൈസറിൽ നിന്ന് പുറത്തു വരുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് I1 cos സ്ക്വയർ തീറ്റ ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Two Polaroids P1 and P2 are placed with their axis perpendicular to each other. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊന്ന് വരയ്ക്കാം. ഇത് നമ്മുടെ ഫസ്റ്റ് കേസ് ആയിട്ട് അവന്റെ ഓപ്റ്റിക് ആക്സിസ് ആയിരുന്നോട്ടെ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇത് P1 ആണ്, ഇത് P2 ആണ്. അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഓർക്കുക 90 ഡിഗ്രിയാണ്. അടുത്ത് പറയുകയാണ് അൺപോളറൈസ്ഡ് ലൈറ്റ് I0 ഈസ് ഇൻസിഡന്റ് ഓൺ P1. അപ്പൊ ഇവിടെ വന്ന് വീഴുന്നത് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പൊ ഈ അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു പോളറൈസറിൽ വന്ന് വീഴുമ്പോൾ എക്സാക്ട്ലി അതിന്റെ പകുതിയായിട്ട് മാറുന്നു എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്തേക്ക് മാറും. അടുത്ത കൺസെപ്റ്റ് എന്താ പറയുന്നത്? എ തേർഡ് പോളറൈസർ P3 ഈസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ P1 ആൻഡ് P2. ഇതാ ഒരു തേർഡ് പോളറൈസർ വന്നിരിക്കുകയാണ്, P3. Its axis makes an angle of 45 degree with that of P1. P1 ആയിട്ട് ബേസ് ചെയ്ത് 45 ഡിഗ്രിയാണ്. The intensity of transmitted light through P2 is. അപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി എന്തെന്നാണ് ചോദ്യം. ഈ P1 ഉം P3 ഉം 45 ആണെങ്കിൽ ഇവ തമ്മിലുള്ള ആംഗിളും 45 ഡിഗ്രി ആകില്ല. ഇനി നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. നമ്മളത് ഇവൻ ഈ ഒരു നിയമം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ശ്രദ്ധിക്കുക, നോക്കിയേ. ഇവിടെ I0 ആണ്. അപ്പൊ ഇപ്പുറത്ത് വന്നത് I0/2. അപ്പൊ I0/2 ആണ് P3യിൽ വന്ന് വീഴുന്നത്. അപ്പൊ വന്ന് വീഴുന്ന ഇന്റൻസിറ്റി I1 ആണെങ്കിൽ ആ വാല്യൂ എത്രയായിരിക്കും? P3 കഴിഞ്ഞു വരുന്നത് I0/2 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ കോസ് സ്ക്വയർ 45. അപ്പൊ ഈ വാല്യൂ ആണ് നമ്മൾ എവിടത്തേക്ക് വന്ന് വീഴുന്നത്? P2ൽ വന്ന് വീഴുന്നത്. അപ്പൊ P2ന് അപ്പുറത്തേക്ക് എന്ത് വരും? ആ വന്ന് വീഴുന്ന വാല്യൂ എത്രയാണോ I0/2 ഇൻറ്റു കോസ് സ്ക്വയർ 45 ഇൻറ്റു അതിന്റെ കോസ് സ്ക്വയർ 45, കോസ് സ്ക്വയർ തീറ്റ. കാരണം അവിടെയും ആംഗിൾ 45 ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ആൻസർ ആയി കഴിഞ്ഞു. കോസ് 45 എന്ന് പറയുന്നത് 1/√2 ആണ് സ്ക്വയർ. 1/√2 square. So I0/8. So exactly be the answer. Exactly. Very good. Very good.
അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. നമ്മൾ റേ ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വേവ് ഓപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനുകളിലൂടെയും കോൺസെപ്റ്റ്സിലൂടെയും ഒക്കെ നമ്മൾ മൂവ് ചെയ്തു. സോ the next class we are waiting with the mutton physics. So അതിന്റെ തിയറി ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ നീറ്റ് 2021 ഒരു മിനിമം നമുക്കൊരു 5 to 6 ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ ഡിയർ സ്റ്റുഡൻസ്, ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം ഷെയർ ചെയ്യാൻ. സോ താങ്ക്സ് ഫോർ വ്യൂയിങ്. നിങ്ങൾ കണ്ടതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്.